നമ്മൾ ഹോശിയ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബൈബിളിൽ പരാന്തീസിസ് എന്ന് പറയുന്ന പോലെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം വീണ്ടും വിൽ കണ്ടിന്യൂ വിത്ത് ഹോശിയ 9 ഉള്ളൂ. 10, 11, 12, 13, 14 അധ്യായമുണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് ഒന്ന് ചിന്തിച്ചൊന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. 1 കൊരിന്ത്യർ 15 അധ്യായം. എന്ന് പറയുന്നത് 15 അധ്യായത്തിൻ്റെ 1 to 8 വായിക്കാം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്നതും നിങ്ങൾക്ക് രക്ഷാകരവുമായ സുവിശേഷത്തെ പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവോ? ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമാണ്. എനിക്ക് ലഭിച്ചത് പരമപ്രധാനമായി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾക്ക് അനുസൃതമായി 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. പിന്നീട് 500-ലധികം സഹോദരർക്ക് ഒരവസരത്തിൽ അവൻ പ്രത്യക്ഷനായി. അവരിൽ ചിലർ നിത്യനിദ്ര പ്രാപിച്ചെങ്കിലും മിക്കവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പിന്നീട് യാക്കോബിനും എല്ലാ അപ്പസ്തോലന്മാർക്കും അവൻ പ്രത്യക്ഷനായി. അവസാനമായി അകാലജാതനെ പോലുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. ഇതില് ഈ സുവിശേഷത്തെ പോള് റിമൈൻഡ് ചെയ്യുക. ഇതിൽ എഴുതിയേക്കുന്ന സഹോദരൻ, ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്നതും നിങ്ങൾക്ക് രക്ഷാകരവുമായ സുവിശേഷത്തെ പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ കൊറിന്ത സഭക്കാരെ ഈ സുവിശേഷത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ സുവിശേഷം എന്ന് പറയുന്നത് ദി ബേസിക് കാര്യമാണ്. സുവിശേഷത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടെ. അപ്പോൾ ആ സുവിശേഷം ഒന്ന് ആക്യുറേറ്റ് ആൻഡ് കറക്റ്റായിട്ട് നമ്മളൊന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് റിമൈൻഡഡ് ആകുന്നത് നമ്മുടെ രക്ഷയ്ക്കും അല്ലെ നമ്മുടെ രക്ഷയുടെ സ്റ്റെബിലിറ്റിക്കും, അതായത് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനും ഏറ്റവും യൂസ്ഫുള്ളാണ്. ബൈബിളിലൊരു ജനറൽ നേച്ചറാണ് മനുഷ്യരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാവുന്ന റൈറ്റ് ഫ്രം ദി ബിഗിനിങ് എടുത്താൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. പാസ് ഓവർ തലമുറകളിലൂടെ ഓർമ്മിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ഞാൻ കർത്താവിൻ്റെ മരണം, ഈ ലോർഡ് സപ്പർ, കർത്താവിൻ്റെ മരണത്തെ ഓർക്കാനായിട്ട് ലോർഡ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാ. എടുക്കണ്ട, ഡ്യൂട്രോമി 8-ലും 10-ലും ഒക്കെ, അതായത് കർത്താവിനെ മറക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ മറന്നു പോകും. ദെൻ 2 പീറ്റർ എടുക്കുമ്പോൾ പത്രോസ് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഓർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മറക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അതായത് നമ്മൾ കർത്താവിനെ മറക്കുന്നല്ല, ആ ആക്യുറേറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ പലപ്പോഴും നമ്മൾ മറന്നു പോകും. പത്രോസിന്റെ 2 പീറ്റർ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 2 പീറ്റർ ചാപ്റ്റർ 1-ല് പത്രോസ് പറയുന്നത്, അതിൻ്റെ 12 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്: നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും നിങ്ങളെ ഇക്കാര്യങ്ങൾ സദാ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സദാ മറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സദാ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഇക്കാര്യങ്ങൾ നിങ്ങളെ സദാ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ശരീരത്തിലായിരിക്കോളം നിങ്ങളെ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പ്രബുദ്ധരാക്കേണ്ടത് തികച്ചും യുക്തമെന്ന് കരുതുന്നു. അപ്പം പത്രോസ് ശരീരത്തിലായിരുന്നപ്പോൾ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഈ കാര്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിവാക്കിയിട്ടുള്ളത് പോലെ എൻ്റെ ശരീരം വെടിയാനുള്ള സമയം അടുത്തിരിക്കുന്നതായി ഞാൻ അറിയുന്നു. എൻ്റെ വേർപാടിന് ശേഷം നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ ഏതു നേരത്തും ഓർമ്മിക്കാൻ കഴിയത്തക്കവണ്ണം ഞാൻ പരിശ്രമിക്കുന്നതാണ്. ആ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പത്രോസിന്റെ ലെറ്റർ കിട്ടിയത്. അതായത് എൻ്റെ വേർപാടിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഏതു നേരത്തും ഓർമ്മിക്കാൻ കഴിയത്തക്കവണ്ണം ഞാൻ പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ലേഖനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 പീറ്ററും 2 പീറ്ററും അത് പത്രോസിന്റെ ഹൃദയ അഭിലാഷമായിരുന്നു. നമുക്കറിയാം, അപ്പസ്തോലന്മാരുടെ ഹെഡായിരുന്നു പത്രോസ്. ആ പത്രോസിന്റെ ആഗ്രഹമായിരുന്നു പത്രോസിന്റെ വേർപാടിന് ശേഷം ഇത് വായിക്കുന്നവർ അല്ലെങ്കിൽ
കർത്താവിനെ പിൻപറ്റുന്നവർ ഈ കാര്യങ്ങൾ സദാ ഓർമ്മിക്കണം. അതുകൊണ്ട് പത്രോസിന്റെ 1 and 2 പീറ്റർ വായിച്ചാൽ നമുക്കൊരു ഫുൾ ഗോസ്പല് അതിനകത്തുണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും 1 കൊരിന്ത്യർ 15 പോകുമ്പോൾ, സഹോദരൻ, ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ സ്വീകരിച്ച് ഉറച്ചു നിൽക്കുന്നതും നിങ്ങൾക്ക് രക്ഷാകരവുമായ സുവിശേഷത്തെ പറ്റി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു, ബൈബിളിലെ ഒരു ജനറൽ നേച്ചർ എന്ന് പറയുന്നത് നമ്മളെ എഗെയിൻ ആൻഡ് എഗെയിൻ റിമൈൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന വേർഡുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പ്രസംഗിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, പൗലോസ് എന്ത് പ്രസംഗിച്ചു? ഞാൻ പ്രസംഗിച്ചത്. ദെൻ കൊറിന്തോസുകാര്, നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതും നിങ്ങൾക്ക് രക്ഷാകരമായ സുവിശേഷം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ ഈ സുവിശേഷം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആത്മാവിന്റെ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ളത് കർത്താവിന്റെ സുവിശേഷം. ഇത് ബൈബിളിൽ ഫ്രീക്വന്റ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ രക്ഷാകരമായ സുവിശേഷം, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ 15 ഒന്ന് വായിക്കും. 1 Corinthians 15:1. Moreover, brethren, I declare to you the gospel which I preached to you, which also you received and in which you stand, by which you also are saved. Yeah. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷാകരമായ എന്നുള്ളത് ആണ്, ബൈ വിച്ച് യു ആർ സേവ്ഡ്. നമുക്കറിയാം ഈ സുവിശേഷത്തില് രക്ഷാകരമായ സുവിശേഷം, ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഈ രക്ഷാകരമായിട്ടുള്ള സുവിശേഷം ഈവൻ ഈ പൗലോസിന്റെ മരണത്തിന് മുമ്പ് തന്നെ രക്ഷാകരമായിട്ടുള്ള സുവിശേഷം രക്ഷാകരമല്ലാത്ത സുവിശേഷമായിട്ട് മാറിയിരുന്നു. ഗലാത്യ ലേഖനം എടുക്കുമ്പോൾ ഗലേഷ്യൻസ് 1:6 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പൗലോസ് ഈ കൊറിന്തോസുകാരോട് ഈ രക്ഷാകരമായ സുവിശേഷം വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ പൗലോസിന് കൊറിന്ത സഭയെക്കുറിച്ചും അറിയാം, ഗലാത്യ സഭയെക്കുറിച്ചും അറിയാം, എല്ലാ സഭകളെ കുറിച്ചും അറിയാം. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പൊ ഗലാത്യ സഭ എടുത്താല് അവര് ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സുവിശേഷത്തിന്റെ പിന്നാലെ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വേറൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തെ ഉപേക്ഷിക്കുക. അതുണ്ട്, ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിൽ നോക്ക്, സുവിശേഷ പ്രസംഗങ്ങളാണ് ലോകം മുഴുവൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിന് ജീവിതം കൊടുത്ത, അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്ന, രക്ഷിക്കപ്പെട്ട നമുക്ക് പോലും ഈ ആക്യുറേറ്റ് ആയിട്ട് ഈ രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ച് നോളജ് ഇല്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ്. കാരണം നമ്മളെല്ലാം സുവിശേഷം കേൾക്കുന്നുണ്ട്, എല്ലാവരും സുവിശേഷ പ്രസംഗം കേൾക്കുന്നുണ്ട്. പക്ഷെ അപ്പസ്തോലന്മാർ സ്ട്രോങ് ആയിട്ട് ഇവിടെ വാൺ ചെയ്തേക്കുവാണ്, അതായത് മറ്റൊരു സുവിശേഷത്തിന്റെ പിന്നാലെ പോയി. ഈ 2 കൊറിന്ത്യൻസ് എടുക്കുമ്പോൾ അതിന്റെ 11 2 കൊറിന്ത്യൻസ് 11:2 തുടങ്ങി വായിക്കുമ്പോൾ, എനിക്ക് നിങ്ങളെക്കുറിച്ച് തീഷ്ണതയുണ്ട്. അതായത് കൊറിന്തോസ് വിശ്വാസികളെ കുറിച്ച് പൗലോസ് വളരെ കൺസേൺഡ് ആയിരുന്നു. കാരണം നമുക്കറിയാം, അവര് പാപത്തിൽ വീണു, അവിടെ പ്രശ്നങ്ങളാണ് കൊറിന്ത സഭയിൽ മുഴുവൻ. അവിടുത്തെ വിശ്വാസികള് ഒരു വിശ്വാസിക്കെതിരെ കോർട്ടിൽ പോകുന്നു, കേസ് കൊടുക്കുന്നു, ടോട്ടലി പ്രശ്നങ്ങൾ. അവർക്ക് യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത, ഒരു പക്വതയും ഇല്ലാത്ത, ശിശുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത, യാതൊരു ക്രിസ്തീയ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സഭയായിരുന്നു കൊറിന്ത സഭ. അപ്പൊ അവരെ കുറിച്ച് പൗലോസിന് അതിയായിട്ടുള്ള കൺസേൺ ഉണ്ട്. ഇവർ രക്ഷിക്കപ്പെട്ടവരാ, കർത്താവിനെ അറിഞ്ഞവരാ, പക്ഷേ കാലോചിതമായിട്ടുള്ള വളർച്ച, പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച അവർക്കില്ല. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ തീഷ്ണതയുണ്ട്, ദൈവികമായ തീഷ്ണത. 2 കൊറിന്ത്യൻസ് 11:2. നിർമ്മലയായ കന്യകയെ അവളുടെ ഒരേ ഒരു ഭർത്താവിന് എന്ന പോലെ ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തു. എന്നാൽ സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥവും സംശുദ്ധവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന, സൈറ്റ് ചെയ്തേക്കുന്ന എക്സാമ്പിൾ നമ്മളൊന്ന് നോക്കും. സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ. അപ്പൊ നമ്മൾ മറ്റൊരു സുവിശേഷത്തിന്റെ പിന്നാലെ പോകുന്നു എങ്കിൽ വി ആർ ഓൾറെഡി ഡിസീവ്ഡ്. ഹൗ? അതായത് സർപ്പം
കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ. നമ്മൾ അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നതല്ല. സർപ്പം എങ്ങനെയാണ് ഹവ്വായെ വഞ്ചിച്ചത്? ഹവ്വായോട് വന്ന് ചോദിച്ചു, അതായത് ഈ തോട്ടത്തിൽ ഏതെങ്കിലും മരത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ സർപ്പത്തിന്റെ ഡീലിങ് മുഴുവൻ ദൈവവചനമായിട്ടാണ്. ഈ ഹവ്വായുടെ അടുത്ത് വന്നിട്ട് വേറെ ഒരു കാര്യമല്ല ചോദിക്കുന്നത്, കുടുംബ പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ തോട്ടത്തിലെ വേറെ കൃഷി കാര്യങ്ങളല്ല, ഒന്നും ചോദിക്കുന്നു. ഈ തോട്ടത്തിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? വാട്ട് ഈസ് കമാൻഡഡ് ബൈ ഗോഡ്? അവിടെയാണ് പിശാചിന്റെ അറ്റാക്ക് മുഴുവൻ കേന്ദ്രീകരിച്ചേക്കുന്നത്, സെൻട്രലൈസ് ചെയ്തേക്കുന്നത്. അതായത് ദൈവത്തിന്റെ കൽപ്പനകളുമായിട്ടുള്ള ബന്ധത്തിൽ അതർവൈസ് വേർഡ് ഓഫ് ഗോഡുമായിട്ടാണ് പിശാചിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അപ്പോൾ ഹവ്വായോട് ചോദിച്ചു, ഹവ്വ പറഞ്ഞു, നമുക്കറിയാവുന്ന കാര്യം, തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തിന്നുന്ന നാൾ യു മേ ഡൈ, അതിന്റെ തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്ക്, പിശാചിന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയില്ല, ചിന്തകളെ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഈ വായിൽ നിന്ന് ഇത് വീണ് കഴിഞ്ഞപ്പോൾ ഹവ്വ എക്സ്പോസ്ഡ് ആയി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ പിശാചിന് അറിയാം. അപ്പൊ ഹവ്വയുടെ സ്പിരിച്വൽ കണ്ടീഷൻ മനസ്സിലായി. എന്താ? ദൈവം ആകെ ഒരു വേർഡേ ഉള്ളൂ, വിശ്വസിക്കാൻ. നമുക്കിന്ന് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുണ്ട്. അതായത് ഹവ്വായ്ക്ക് ഉള്ളേക്കാൾ വലിയ സിലബസ് നമുക്കുണ്ട്. ഹവ്വായ്ക്ക് ഒരു വേർഡ് ഹവ്വായ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു മൾട്ടിപ്ലൈഡ് റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കും ദൈവത്തിന്റെ വചനം ആക്യുറേറ്റ് ആയിട്ട് അറിയത്തില്ല. ഹവ്വായ്ക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ദൈവവചനത്തോടുള്ള റെവറൻസ് പോയി, ഭയമില്ലാതായി തീർന്നു. പറഞ്ഞു ഇതിലെ തിന്നരുതെന്നല്ല തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, മീൻസ് ആഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. തൊടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, കൂട്ടിച്ചേർത്തു. ദെൻ ഈ സീരിയസ്നെസ് ഓഫ് ദി വേർഡ് നഷ്ടപ്പെട്ടു. യു മേ ഡൈ എന്ന് ഇംഗ്ലീഷ്, യു മേ ഡൈ എന്ന് ദൈവം പറഞ്ഞത്. പക്ഷെ ദൈവം പറഞ്ഞ അങ്ങനെയല്ല. ദൈവം പറഞ്ഞ എന്താ? യു വിൽ സർട്ടൻലി ഡൈ എന്നാണ്. ഈ പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്നുമില്ല, നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത് രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ച് പൗലോസ് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ നമ്മളെല്ലാവരും അത് ഓർമ്മിക്കാൻ ബാധ്യസ്ഥരാണ്. രക്ഷാകരമായിട്ടുള്ള സുവിശേഷം എന്താണ്? അല്ലെങ്കിൽ ആ സുവിശേഷം വിട്ട് ഗലാത്യക്കാർ മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി. ഇവിടെ കൊറിന്തോസുകാരോട് പറയുവാണ്, സർപ്പം കൗശലത്താൽ വഞ്ചിച്ചതുപോലെ എന്ത് സംഭവിച്ചെന്ന? എന്നാൽ സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥവും സംശുദ്ധവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപഴിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. മറ്റൊരാൾ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായവർ യേശുവിനെ പ്രസംഗിക്കുകയോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ? അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു ക്രിസ്തുവിനെ ആര് പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്നവൻ കള്ളപ്രവാചകനാണ്, അല്ലെങ്കിൽ അത് വേറൊരു സുവിശേഷമാണ്. മറ്റൊരു ക്രിസ്തു, മറ്റൊരാൾ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്താൽ, അപ്പൊ 3 കാര്യം അവിടെ പൗലോസ് കൊറിന്തോസുകാരോട് പറഞ്ഞു. അനദർ ജീസസ്, അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ്. അപ്പൊ ഇതിലേക്ക് ഇവര് വീഴുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് മറ്റൊരു ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല, മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല, മറ്റൊരു ആത്മാവിനെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇവര് സ്വീകരിക്കാൻ കാരണം എന്തായിരുന്നു? അല്ല, എന്താ? ഈ വായിച്ച സ്ഥലത്ത് തന്നെ ആൻസർ ഉണ്ട്. അതെ, ചിന്തകൾ. നമ്മുടെ ചിന്തകൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ്: സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥവും സംശുദ്ധവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ ഇവിടെ പിശാച് ഹവ്വായുടെ ചിന്തയെ വഴിപിഴപ്പിച്ചു. എങ്ങനെയാ? ഹവ്വായോട് പറഞ്ഞു, ഇത് തിന്നാല് നീ ദൈവത്തെ പോലെ ആവും. ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം അവർക്ക് മുകളിലായിട്ട്, അല്ലെ ആദത്തിനും അവയ്ക്കും അൺഅറ്റൈനബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവത്തിന് ഇക്വാലിറ്റി വിത്ത് ഗോഡ്. അപ്പൊ ഈ ചിന്തകൾ വഴിപഴിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതായത് തിന്നു കഴിഞ്ഞാൽ നിസ്സാര ഒരു കാര്യമല്ല. അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പിശാച് സമീപിക്കുന്നത്. ഇത് ഡിസൊബേ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അത് അനുസരിച്ചതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും ഇല്ല എന്നുള്ളതാണ് പിശാചിന്റെ ഉപദേശം. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ പിശാച് വഞ്ചിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ വഴിപിഴപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ചിന്ത വഴിപഴിച്ചാൽ തീർച്ചയായിട്ടും ഈ 3ലും ചെന്നുപെടും: ഡിഫറെന്റ് ഗോസ്പൽ, ഡിഫറെന്റ് സ്പിരിറ്റ് ആൻഡ് ഡിഫറെന്റ് ക്രൈസ്റ്റ്.
അതേസമയം ക്രിസ്തുവിനോടുള്ള സംശുദ്ധമായിട്ടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിശാചിന്റെ ഡിസെപ്ഷനെ കുറിച്ച് പേടിക്കേണ്ടേ ആവശ്യമില്ല. ഗോയിങ് ടു ജൂത്, യൂദായുടെ ലേഖനം എടുക്കുമ്പോൾ യൂദായുടെ ലേഖനം ലാസ്റ്റ് പാർട്ടില് അതിന്റെ 24 വായിക്കുമ്പോൾ യൂദായുടെ 24 നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ കളങ്കലേശം എന്ന ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന്. അപ്പൊ ഇവിടെ നമ്മെ വീഴാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് വീഴാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പിശാചിന്റെ കെണിയിൽ വീഴുക എന്ന് പറയുന്നത് നമുക്ക് യാതൊരു നന്മയും വരുത്തുന്ന ഒരു കാര്യമല്ല. നമുക്ക് പിശാച് വന്നിരിക്കുന്നത് നശിപ്പിക്കാനും മുടിക്കാനും കൊല്ലാനുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കി സെൽഫ് സൂയിസൈഡ് പോലെ പിശാചിന് അവസരം കൊടുക്കുന്നു. നമ്മൾ തന്നെ സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യ. നമ്മുടെ ഫിസിക്കൽ ലൈഫും പോകും, സ്പിരിച്വൽ ലൈഫും പോകും, എല്ലാം പോകും. കാരണം ഈ നമുക്ക് ഒരേ ഒരു വെൽവിഷർ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും നാശമായിരിക്കും, അല്ലാതെ ഒരു രീതിയിലും നമുക്കൊരു നന്മയും വരത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ കളങ്കലേശം എന്നീ ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ ഏകദൈവം. അപ്പൊ നമുക്ക് വിചാരിക്കാം, അപ്പം കുറെ ആൾക്കാർ വീഴുന്നുണ്ട്, കുറെ ആൾക്കാർ വീഴുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് കുറെ ആൾക്കാർ വീഴുന്നു, കുറെ ആൾക്കാർ വീഴാതിരിക്കുന്നു? വീഴുന്നവരാരാണ്? നമ്മൾ 2 കൊറിന്ത്യൻസിൽ കണ്ടതാരാ? വീഴുന്നവരാരാ? ചിന്തകൾ വഴിപഴപ്പിക്കപ്പെടുന്നവരാ. നമ്മളെ സംബന്ധിച്ച് വി ആർ ആസ്ക്ഡ് ടു തിങ്ക് ഓൺലി ആൻഡ് ഓൺലി അബൌട്ട് ദി ലോർഡ്. ഈ സുഭാഷിതങ്ങൾ പ്രോവേർബ്സ് 24:9 വായിക്കുമ്പോൾ പ്രോവേർബ്സ് 24:9 വായിക്കുമ്പോൾ ആലോചിക്കുന്നത് പാപമാണ്. അതെ. അപ്പൊ നമ്മുടെ ചിന്തകള്, ഈ പിശാചിന്റെ പ്രവർത്തനം മുഴുവൻ ചിന്താമണ്ഡലത്തിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ടുവരും. കാരണം ചിന്താമണ്ഡലം വഴിപഴിപ്പിക്കപ്പെട്ടാല്, സംശുദ്ധമായിട്ടുള്ള ചിന്തകൾ വഴിപഴിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് ഫുട് ഹോൾഡായി. അപ്പോൾ ഈ മറ്റൊരു സുവിശേഷം വരും, മറ്റൊരു ആത്മാവ് വരും, മറ്റൊരു യേശു വരും. അപ്പൊ ഇവിടെ ഈ വീഴാതെ കാക്കുന്ന, അപ്പൊ അതിന് 21ാം സെന്റൻസിലാണ് അതിന്റെ ആൻസർ. നമുക്ക് ബൈബിളിലെ ഏതെല്ലാം വായിക്കത്തുണ്ടോ അതിനെല്ലാം ഒരു പ്രോമിസ് അല്ല കണ്ടീഷൻ ഉണ്ട്. 21ാം സെന്റൻസിൽ എഴുതിയേക്കുന്നത്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാ നമ്മളെ തന്നെ ദൈവസ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണോ? ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, ഇത് രണ്ടും അതിനകത്ത് ഇൻവോൾഡാ. നമ്മളെ ദൈവസ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, നമുക്ക് സ്നേഹിക്കാം. എങ്ങനെ സ്നേഹിക്കാം ദൈവത്തെ? അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ജോൺ 14:15 വായിക്കുമ്പോൾ, ജോൺ 14:15 വായിക്കില്ല. ജോൺ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അതെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ. അപ്പൊ നമുക്ക് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവിന്റെ എന്തൊക്കെ കൽപ്പനകളുണ്ടോ അത് നമുക്ക് കർത്താവ് മനസ്സിലാക്കി തരുന്ന, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന 100% കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കും. അത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, അത് എന്ത് ബേസിലാ? ഈ സെയിം യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം എടുക്കുമ്പോൾ 15:10 തുടങ്ങി വായിക്കുമ്പോൾ പോകുന്ന വായിക്കും. എന്റെ സ്നേഹത്തിൽ വാസമുറപ്പിക്കുക. ശ്രദ്ധിച്ച് വായിക്കുന്നത്, എന്റെ സ്നേഹത്തിൽ വാസമുറപ്പിക്കുക. ഓക്കെ, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അതുപോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും. അതെ. അപ്പൊ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പൊ നമ്മൾ വീഴാതെ ദൈവം കാക്കാനുള്ള കണ്ടീഷൻ ഇതാ. ഒന്ന്, ദൈവസ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുക നമ്മളെ. അപ്പൊ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കും, ദൈവം നമ്മളെ വീഴാതെ കാത്തു സൂക്ഷിക്കും. അപ്പൊ ഗോയിങ് ബാക്ക് ടു 1 Corinthians 15 പോകുമ്പോൾ, അപ്പൊ ഇവിടെ പോള് ഓർമ്മിപ്പിച്ച കാര്യം രക്ഷാകരമായിട്ടുള്ള സുവിശേഷം. കാരണം ഇന്നിപ്പോ ഈ 21st സെഞ്ച്വറിയിൽ ഇത് വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രക്ഷാകരമായിട്ടുള്ള ആക്യുറേറ്റ് ഗോസ്പൽ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ജനറലി ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സുവിശേഷം എല്ലായിടത്തും സുവിശേഷ പ്രസംഗം തന്നെയാണ്. അറ്റ് ദി സെയിം ടൈം അപ്പസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷം ഇത് പൊള്യൂട്ടഡ് ആകുന്ന എങ്ങനെയാ? ഒന്നുമില്ല ഇതിനോട് കൂട്ടും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കും.
അത് തന്നെയാ ഹൗവ ചെയ്തു. ഹൗവയുടെ അടുത്ത് പിശാച് ചെയ്ത കാര്യം. ഹൗവ ഇത് രണ്ടും ചെയ്തു, കൂട്ടുകയും ചെയ്തു കുറയ്ക്കുകയും ചെയ്തു. ദെൻ നമുക്ക് ഈ അബദ്ധം പറ്റുന്ന അല്ലെങ്കിൽ അപകടത്തിൽ വീഴുന്നതിന് മുമ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സർപ്പം കൗശലത്താൽ ഹൗവയെ വഞ്ചിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ഹൗവയ്ക്ക് ഫിയർ അല്ലെങ്കിൽ നടുക്കം, എന്തിനോടുള്ള ദൈവവചനത്തോടുള്ള നടുക്കം നഷ്ടപ്പെട്ടിരുന്നു. ഐസിയ 66:2 വായിക്കുമ്പോൾ വായിക്കുന്നു. ഇവയെല്ലാം എന്റെ കരം ഉണ്ടാക്കിയവയാണ്, അതുകൊണ്ട് ഇവയെല്ലാം എന്റേതാകുന്നു. കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. എന്നാൽ വിനീതനും അനുദമിക്കുന്ന ഹൃദയമുള്ളവനും എന്റെ വചനം കേട്ട് ഭയപ്പെടുന്നവനുമായ മനുഷ്യനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതെ, സത്യവേദപുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് 66:2 സത്യവേദപുസ്തകത്തിലുണ്ട് എന്ന് വായിക്കും. എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നതൊക്കെയും ഉളവായത് എന്നെ യഹോവ അരുളിച്ചെയ്യും. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വെറുക്കുന്നവനുമായ മനുഷ്യനെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പോ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യൻ, വിറയ്ക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഷിവർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. ഈ 66-5 സെന്റൻസോടെ വായിക്കുമ്പോൾ 5 ഒന്ന് വായിക്കും. ബാബുന്ന് വായിച്ചതിൽ വായിച്ചാൽ കർത്താവിന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്നവരെ കർത്താവിന്റെ വചനം കേൾക്കൂ. അതെ, അപ്പൊ ഈ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കാത്തവർക്ക് ഇത് കേട്ടതുകൊണ്ട് ഒരു ഗുണമില്ല. ഇറ്റ്സ് ഓഫ് നോ യൂസ്. കാരണം ഇത് പ്രത്യേകം പറഞ്ഞേക്കുവാണ്, കർത്താവിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഭയപ്പെടുക എന്നുള്ള അർത്ഥമല്ല. നോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം അബ്രാഹത്തിന്റെ കേസ് എടുത്താല് വിറയ്ക്കുന്ന എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി 22 എടുക്കുമ്പോൾ ഇവയെല്ലാം കഴിഞ്ഞ് ദൈവം അബ്രാഹാമിനെ പരീക്ഷിച്ചു. അബ്രാഹാമേ എന്ന് ദൈവം വിളിച്ചു. ഞാൻ ഇതാ ഇവിടെയുണ്ട് എന്ന് അയാൾ വിളി കേട്ടു. ദൈവം കൽപ്പിച്ചു, നിന്റെ പുത്രനെ, നീ അത്യധികം സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ അവനെ എനിക്ക് ഹോമിക്കുക. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനി കെട്ടി ഹോമബലിക്ക് വേണ്ടുന്ന വിറക് കീറി അയാൾ 2 ചെറുപ്പക്കാരെയും പുത്രനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദിസ് ഈസ് വാട്ട് ഈസ് ബീയിങ് മെന്റ് ബൈ shivering in the sight of the Lord, shivering in front of the word of the Lord. Then ഉൽപ്പത്തി 17 എടുക്കുമ്പോൾ, അതായത് ഈ പരിച്ഛേദനത്തിന്റെ കൽപ്പന കൊടുത്തു. ഉൽപ്പത്തി 17 നമുക്കറിയാം, ദൈവം അബ്രാഹമായിട്ടുള്ള ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ എക്സ്റ്റേണൽ സൈൻ ആയിരുന്നു പരിച്ഛേദനം. അതിന്റെ 23 തുടങ്ങി വായിക്കുമ്പോൾ, അബ്രാഹാം പുത്രനായ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ചവരോ വിലയ്ക്ക് വാങ്ങിയവരായ എല്ലാ അടിമകളെയും സ്വന്തം ഭവനത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും അന്നേ ദിവസം തന്നെ ദൈവം കൽപ്പിച്ച പ്രകാരം പരിച്ഛേദനത്തിന് വിധേയരാക്കി. അതായത് ദൈവം ഒരു കാര്യം അരുളി ചെയ്തു, ശരി, ഇനി നമുക്ക് സൗകര്യമുള്ളപ്പോൾ ആലോചിച്ച് നമ്മുടെ തീരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിനനുസരിക്കുന്നതിനെ ഇറ്റ്സ് നോട്ട് ഷിവറിങ് ഇൻ ദി സൈറ്റ് ഓഫ് ദി ലോർഡ്. ഇവിടെ അബ്രാഹാം എന്നാ പരിച്ഛേദനം ചെയ്തതെന്ന ദൈവം കൽപ്പിച്ച അതേ ദിവസം തന്നെ ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ 119 സങ്കീർത്തനം എടുക്കുമ്പോൾ 119 4 സെന്റൻസ് എടുക്കുമ്പോൾ വായിക്കാം. ദാവീദിന്റെ സങ്കീർത്തനം വായിക്കും. നിന്റെ വിധികൾ ശുഷ്കാന്തിയോടെ പാലിക്കണമെന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു. അതെ, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള കൽപ്പന, നിന്റെ വിധികൾ ശുഷ്കാന്തിയോടെ പാലിക്കണമെന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ 60 സെന്റൻസിൽ ദാവീദ് എന്ത് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. 60 സെന്റൻസിൽ വായിച്ചപ്പോൾ, ഞാൻ തിടുക്കത്തിൽ ഒട്ടും വൈകാതെ നിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. That is a testimony of David. ഞാൻ തിടുക്കത്തിൽ ഒട്ടും വൈകാതെ നിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. ഈ മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞു, എന്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന ഒരു വ്യക്തി ഞാൻ അവനിൽ കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷാകരമായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സെൻട്രൽ പോയിന്റാ ഗോസ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈബിളിന്റെ ടോട്ടൽ മെസ്സേജാ ഈ ഗോസ്പൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് പ്രസംഗിച്ച് തുടങ്ങിയതെടുക്കുമ്പോൾ നമുക്ക് ആ രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ചൊരു ബ്ലൂ പ്രിന്റ് കിട്ടും. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തില്
അതിൻ്റെ 15ാം സെന്റൻസിൽ. കാരണം ഈ രക്ഷാകരമായിട്ടുള്ള സുവിശേഷം ആദ്യം പ്രസംഗിച്ചതാരാ? കർത്താവ് തന്നെയാണ്. അതേ പത്രോസാണ്. അതിന് 14ഉം 15ഉം വായിക്കുമ്പോൾ, യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിക്കൂ, സുവിശേഷത്തിൽ വിശ്വസിക്കൂ. അപ്പോ ഇംഗ്ലീഷിലാണ് 15 വായിക്കുമ്പോൾ ഒന്ന് വായിച്ച്. The time is fulfilled and the kingdom of God is at hand. Repent and believe in the gospel. അതെ, repent and believe in. അപ്പോൾ believing in the gospel is not the message of the Lord. Repent and believe in the gospel. അപ്പോൾ you are believing in the gospel without repentance, അത് കർത്താവ് പറഞ്ഞാൽ ജീവൻ നൽകുന്ന സുവിശേഷം അല്ല. അപ്പൊ ഇതില് ജീവൻ നൽകുന്ന സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ അതിന് മുമ്പ് എന്തുണ്ടായിരിക്കണം? റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ യൂദാസ് റിപ്പൻറ്റ് ചെയ്തു, ആഹാബ് റിപ്പൻറ്റ് ചെയ്തു, ദെൻ ദേമാസ് റിപ്പൻറ്റ് ചെയ്തു, പിന്നെ ശിമോൻ റിപ്പൻറ്റ് ചെയ്തു. ബൈബിളിലൊരു പർട്ടിക്കുലർ ടെർമിനോളജി ഉണ്ട്. ഏത് റിപ്പൻറ്റൻസിന് ശേഷമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സുവിശേഷത്തിൽ? ബൈബിളിന്റെ ടെർമിനോളജിയാ ഏതാ? അതെ, ഇത്രയും കാലമായിട്ട് കേട്ട ടെർമിനോളജി അറിയത്തില്ല. എന്താ ശരി? അതെ, ജീവനിലേക്ക് നയിക്കുന്ന. ആക്സ് 11:18 എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അനുതാപം ലോകത്തിലുണ്ട്. മാനസാന്തരപ്പെടാത്ത മനുഷ്യർ കുറവാ. ഇപ്പൊ എന്തെങ്കിലും ഒരു നാശം വന്നു കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് മാനസാന്തരപ്പെടാത്ത മനുഷ്യർ കുറവാ, 15 ദിവസത്തേക്ക് ദൈവത്തെ സ്നേഹിക്കാത്ത മനുഷ്യർ കുറവാ. അതുകൊണ്ട് നമ്മൾ ഈ ഹോശേയയിൽ എഴുതുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത്? പ്രഭാത മേഘം പോലെയാണ്, പ്രഭാത മഞ്ഞ് പോലെയാണ്. അത് വെയിലുദിക്കുമ്പോഴത്തേക്ക് അത് അസ്തമിച്ചു പോകും. ആക്സ് 11:18 എന്ന് വായിച്ചല്ലോ. ഇത് കേട്ടപ്പോൾ അവർ നിശബ്ദരായി. അവർ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം നൽകിയിരിക്കുന്നു. അതെ, അതായത് ലൈഫ് ഗീവിംഗ് റിപ്പൻറ്റൻസ് യു കനോട്ട് അറ്റൈൻ, യു കനോട്ട് ഏൺ, ബട്ട് ഇറ്റ് ഈസ് ടു ബി ഗിവൺ ബൈ ദൈവത്തിന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങി ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞാൽ യു കനോട്ട്. അല്ലെ നാളെ തുടങ്ങി കർത്താവിന് വേണ്ടി, നാളെ അല്ല ഇന്ന് ഞാൻ രക്ഷിക്കപ്പെടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ നോ. സാൽവേഷൻ ബിലോങ്സ് ടു ഗോഡ്. സാം 4:3 ആണ്, ഒന്ന് വായിക്കാം. 3:8 ആണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സാൽവേഷൻ നമ്മുടേതല്ല. Salvation belongs to the Lord. Your blessing is upon your people. Yeah, salvation belongs. And the reference are 3:8. അപ്പോൾ 3:8 മലയാളം വായിച്ചപ്പോ വിമോചനം കർത്താവിൽ നിന്നുള്ളത്. അതാ വിമോചനം എഴുതിയിരിക്കുന്നത് സാൽവേഷൻ ആണ്. കറക്റ്റ്. ട്രാൻസ്ലേഷനിൽ പലതും മാറി മറിഞ്ഞു വരും. അപ്പൊ നമ്മളെല്ലാം പഠിച്ചു വിട്ടു. അപ്പോൾ സാൽവേഷൻ ബിലോങ്സ് ടു ദി ഗോഡ്, ബിലോങ്സ് ടു ദി ലോർഡ്. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റുമല്ലോ. കർത്താവിന്റെ കയ്യിലിരിക്കുന്ന കർത്താവിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ദെൻ ഗോസ്പല് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗോസ്പല് അതായത് രക്ഷ നൽകുന്ന സുവിശേഷം, ജീവദായകമായിട്ടുള്ള സുവിശേഷം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞത്. ജീവദായകമായിട്ടുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ അതിനു മുമ്പ് ജീവദായകമായിട്ടുള്ള അനുതാപം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകണം. ദാറ്റ് റിപ്പൻറ്റൻസ് only God can give. Acts 11:18. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചു. Acts 11:18. When they heard these things, they became silent, and they glorified God, saying, then God has also granted to the Gentiles repentance to life. അതെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കാം. നമ്മളെല്ലാം റിപ്പൻറ്റ് ചെയ്തിട്ടുള്ളവരാ. നമ്മുടെ കയ്യിലിരിക്കുന്ന റിപ്പൻറ്റൻസ് ഇത് ദൈവം നൽകിയതാണോ, അതെയോ നമ്മൾ ചിലപ്പം വീട്ടിലെ അപ്പൻ കർത്താവിലേക്ക് തിരിയുന്ന കണ്ട് അമ്മ തിരിഞ്ഞിട്ടുണ്ടാവും, അല്ലെ അപ്പനും അമ്മയും തിരിയുന്ന കണ്ട് മക്കൾ തിരിഞ്ഞിട്ടുണ്ടാവും, അല്ലെ മക്കൾ തിരിയുന്നുണ്ട്. ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മോനും മോളും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. ഞാനായിട്ട് ഇത് മാറി നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാനും കൂടെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അല്ലെ വേറൊരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസാണ്. ഒരു അച്ചായൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഒരു എന്താ പറയുന്നത്, ധ്യാനം പോലെ, കത്തോലിക്കരുടെ ധ്യാനം പോലെയുള്ളതിന് പോയിട്ട്, കത്തോലിക്കരുടെ അല്ല, അതിൽ നിന്ന് മാറിയ ഒരു കൂട്ടി.
അപ്പോൾ ഈ ഭാര്യയോട് ചോദിച്ചു, ഞാൻ എന്താണെന്ന് സ്നാനപ്പെടാൻ തീരുമാനിച്ചു, നീ സ്നാനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൈഫ് പറഞ്ഞു, എന്നാൽ ശരി ഞാനും സ്നാനപ്പെട്ടേക്കാന്ന്. സ്നാനപ്പെട്ടു. എനിക്കറിയാവുന്ന കാര്യം, അച്ചായൻ മരിച്ചുപോയി. അച്ചായൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമ്മ വീണ്ടും ആ പഴയ പള്ളിയിലേക്ക് പോയി. അപ്പൊ ഈ ജീവൻ നൽകുന്ന മാനസാന്തരത്തിന് മാത്രമേ ജീവൻ നൽകുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നമ്മൾ എലിജിബിൾ ആകത്തുള്ളൂ. ജീവൻ നൽകുന്ന മാനസാന്തരമാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ ഉള്ള എല്ലാ ക്വാളിറ്റീസും ആ റിപ്പൻറ്റൻസിനുണ്ടായിരിക്കും, ആ ക്രിസ്ത്യൻ ലൈഫിനുണ്ടായിരിക്കും. അല്ലാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തും രക്ഷ നൽകുന്നതല്ല. നമ്മളിത് വായിക്കുന്ന പോലെയാ, നമ്മൾ ഈ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് വായിക്കുന്നത്, ഫ്രൂട്ട്സ് ഓഫ് ദി സ്പിരിറ്റ് എന്നല്ല. അറിയാവുന്ന കാര്യമാണ്, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റാ. കാരണം ആ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സമാധാനമുള്ളവന് സന്തോഷമില്ലാതിരിക്കില്ല. ഇതെല്ലാം കൂടി കൂടുന്ന ഒരു സിംഗിൾ എൻറ്റൈറ്റിയാണ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത്. സെയിം വേ രക്ഷ നൽകുന്ന മാനസാന്തരം, ജീവനിലേക്ക് നയിക്കുന്ന മാനസാന്തരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ നൽകുന്ന സുവിശേഷത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മാനസാന്തരപ്പെട്ട് വിശ്വസിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ച് പൗലോസ് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ മാനസാന്തരം ആര് തന്നിട്ടുണ്ടോന്ന് ചിന്തിക്കണ്ടേ? ദൈവം തന്നിട്ടുണ്ടോ? ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ ബൈബിളില് സിംബോളിക് അല്ല, ടിപ്പിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പിൾ റിപ്പൻറ്റൻസുകളുടെ ക്വാളിറ്റി എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ഈ ക്വാളിറ്റി വന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് മാനസാന്തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് റിവീൽഡ് ആകുന്നത് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ദി ലോർഡിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. മാത്യു ചാപ്റ്റർ 7 വായിക്കുന്ന പോലെ, നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതം ചെയ്തു, കർത്താവ് പറയും ഞാൻ നിങ്ങളെ അറിയില്ല. നമ്മൾ റീസെന്റ് വായിച്ചതാ, ശൗല് രക്ഷിക്കപ്പെട്ട ആളാണ്. കാരണം അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശൗല് പ്രവചിച്ചെന്നല്ല. ഫസ്റ്റ് സാമുവേൽ 10 എടുക്കുമ്പോൾ 10:6 വായിക്കും. ബാബു പെട്ടെന്ന് വായിക്കും. അപ്പോൾ കർത്താവിന്റെ ചൈതന്യം ശക്തമായി നിന്നിൽ ആവസിക്കും. 9ാം സെന്റൻസ് വായിച്ചാൽ 10:9. ശമൂവേലിന്റെ അടുക്കൽ നിന്ന് പോകാനായി തിരിഞ്ഞപ്പോൾ അയാൾക്ക് ദൈവം ഹൃദയപരിവർത്തനം ഉണ്ടാക്കി. അതെ, ഈ ഹൃദയപരിവർത്തനാണ് മാനസാന്തര രക്ഷ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാ മനസ്സിന് അന്തരം ഉണ്ടായി, ഹൃദയത്തിന് വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ നമ്മൾ സാമുവേലിനെ കുറിച്ച് വായിക്കുമ്പോൾ, പയ്യനായിരുന്നു സാമുവേൽ, അതിന് 3:7 വായിക്കുമ്പോൾ അതോടെ വായിച്ചോ. അതുവരെ ശമൂവേൽ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല, കർത്താവിന്റെ വചനം അയാൾക്ക് വെളിപ്പെട്ടിരുന്നുമില്ല. അതെ, അതുവരെ ശമൂവേൽ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല, കർത്താവിന്റെ വചനം അയാൾക്ക് വെളിപ്പെട്ടിരുന്നുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു BC AD ഉണ്ടോ? അന്ന് വരെ ഞാൻ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ ഞാൻ കർത്താവിനെ അറിയുന്നു. കർത്താവിനെ അറിയാത്ത മനുഷ്യന് കർത്താവിന്റെ വചനം വെളിപ്പെടുകയോ ഇല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കഴിവുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ 10ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ശൗല് വേറൊരു സൃഷ്ടിയായി, അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി രക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചിന്തിച്ച അതിന്റെ 18ാം അധ്യായത്തില്, അതിന്റെ 16ാം അധ്യായത്തില് ഈ രക്ഷിക്കപ്പെട്ട ആളുടെ അടുത്തുനിന്ന് 16ന്റെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നാലും ചിന്തിക്കേണ്ട ആവശ്യം, കാരണം നമ്മൾ രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ ലോകത്തിലെ പിശാചിന്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മൾ അറിഞ്ഞേ പറ്റൂ. 16ാം അധ്യായത്തിന്റെ 14 തുടങ്ങി വായിക്കുമ്പോൾ, ഉടനെ കർത്താവിന്റെ ചൈതന്യം ശൗലിനെ വിട്ടകന്നു, കർത്താവ് അയച്ച ഒരു ദുരാത്മാവ് അയാളെ പീഡിപ്പിച്ചു. അപ്പൊ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട ശൗല് കുറെ കഴിഞ്ഞ് രക്ഷയുടെ വഴി കാത്തു സൂക്ഷിക്കാതെ അസൂയയും അഹങ്കാരവും എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയിട്ട് പിന്നെ ഏതാത്മാവ് കയറിയത്? ദുരാത്മാവ് കയറി. 18ാം അധ്യായത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച 18ന്റെ 10ാം സെന്റൻസില്, അത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. 18:10. And it happened on the next day that the distressing spirit from God came upon Saul, and he prophesied inside the house. ആണോ? നമ്മൾ ചിന്തിച്ചതാ. അപ്പൊ ഇവിടെ ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശൗൽ എന്താ ചെയ്തേ? ശൗല് ഉന്മാദാവസ്ഥയല്ല, ഇതാ കറക്റ്റ്. ഉന്മാദാവസ്ഥ ബാക്കിയുള്ള എല്ലാ ട്രാൻസ്ലേഷനും തെറ്റാം. കാരണം ഞാൻ അതിന്റെ ഒറിജിനൽ നോക്കിയത്, അതുകൊണ്ട് വെറുതെ പറയുന്നതല്ല. എന്നോട് വായിച്ചില്ലയോ? And it happened on the next day that the distressing spirit from God came upon Saul,
And he prophesied inside the And house. he prophesied. നമ്മളെ സംബന്ധിച്ച് നോക്കുക, നമ്മൾ പല പ്രൊഫസിയും കേൾക്കുന്ന ആൾക്കാരാണ്. അതായത് ലോകം മുഴുവൻ പ്രൊഫസി മീൻസ് ദി പ്രീച്ചിങ് ഓഫ് ദി ഗോസ്പൽ, അല്ലെ ദൈവവചന പ്രസംഗം. അപ്പൊ ഇവിടെ ദുരാത്മാവ് വന്നപ്പോ ശൗൽ എന്ത് ചെയ്തു? പ്രവചിച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ അറിയും ഇന്ന് കേൾക്കുന്ന ഈ പ്രവചനങ്ങൾ, പ്രസംഗങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണോ അതെയോ ദുരാത്മാവിൽ നിന്നാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? കാരണം ഇതേ മനുഷ്യൻ ഒരു സമയത്ത് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പൊ ദുരാത്മാവിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇനി അഗെയിൻ 19:23 എടുക്കുമ്പോ ഭാഗം വായിച്ചപ്പോ ഇതേ ആള് അങ്ങനെ അയാൾ അവിടെ നിന്ന് രാമയിലെ നയ്യോത്തിലേക്ക് പോയി. ദൈവചൈതന്യം അയാളുടെ മേലും ആവസിച്ചു. രാമയിലെ നയ്യോത്തിൽ എത്തുവോളം യാത്രയിലുടനീളം അയാൾ പ്രവചിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഏതാത്മാവാ? ദുരാത്മാവാണോ? ബാബു തന്നെ വായിച്ചേ. അതായത് ഈ ആളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിശാച് കയറി, പിശാചിന്റെ ആത്മാവിനാൽ പ്രവചിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു. അപ്പൊ ഇതിനകത്ത് ഇത് കേൾക്കുന്ന പൊതുജനം ഡിസീവ്ഡ് ആവും. കാരണം ഇതാണ് ഇന്നത്തെ ഈ ബൈബിൾ വായിക്കാതെ പ്രസംഗം കേൾക്കാൻ പോകുന്ന എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ്. കാരണം കുറെ പിശാചിന്റെ ദൂത് കേൾക്കും, സെയിം ആള് തന്നെ പ്രസംഗിക്കുന്ന ആളൊക്കെ സെയിം തന്നെയാണ്. ഒരു കാലത്ത് നല്ലത് പ്രസംഗിച്ച ആളാണ് ശൗല്. കുറെ കഴിഞ്ഞപ്പോൾ പിശാചിനാൽ പ്രവചിച്ചു, കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു. നമുക്കറിയാവുന്ന കാര്യം ഈ സത്യ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ സ്പിരിറ്റ് വേൾഡിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു നോളജ് ഇല്ലെങ്കിൽ വി വിൽ ബി ഡിസീവ്ഡ്. ഇപ്പോ ജോൺ ചാപ്റ്റർ 11 എടുക്കുമ്പോൾ അതിന്റെ 45 തുടങ്ങി വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. മറിയമിന്റെ കൂടെ വന്ന കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന സ്ഥലത്തുള്ള കാര്യം. മറിയമിന്റെ കൂടെ വന്ന പല യഹൂദരും അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ ഫരിസയരുടെ അടുക്കൽ ചെന്ന് യേശു പ്രവർത്തിച്ചതിനെ പറ്റി പറഞ്ഞു. മുഖ്യ പുരോഹിതനും ഫരിസയരും സംഘം ചേർന്ന് പറഞ്ഞു, നാം എന്ത് ചെയ്യണം? ഈ മനുഷ്യൻ പല അടയാളങ്ങൾ ചെയ്യുന്നല്ലോ. നാം അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. എന്നാൽ അക്കൊല്ലത്തെ മഹാപുരോഹിതനും അവരിൽ ഒരാളുമായ കയ്യഫ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം ഒന്നടങ്കം നശിക്കാതിരിക്കാൻ ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അയാൾ ഇത് സ്വയം പറഞ്ഞതല്ല, ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടി കൂടി യേശു മരിക്കണമെന്ന് അക്കൊല്ലത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ അയാൾ പ്രവചിക്കുകയായിരുന്നു. അന്നു മുതൽ അവനെ എങ്ങനെ വധിക്കാം എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. നോക്ക്, because of his position as the chief priest of the Jewish community, he was used by പിശാചാണോ ദൈവമാണോ ഉപയോഗിച്ചത്? ദൈവം ഉപയോഗിച്ചത്. വളരെ വിലപ്പെട്ട ഒരു പ്രവചനം കയ്യഫായിലൂടെ വന്നു. ഈ മനുഷ്യന്റെ ഉള്ളിലെ ഇംഗിതം കർത്താവിനെ കൊല്ലാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഹി വാസ് യൂസ്ഡ് ബൈ ഗോഡ് ടു ഗീവ് എ പ്രൊഫസി. നമുക്കറിയാം ബെലിയാമിന്റെ പണക്കൊതിക്ക് അറുതി വരുത്തിയത് ആരാ പ്രവചിച്ചാരാ? കഴുതയെ പ്രവചിച്ചേ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ജീവദായകമായിട്ടുള്ള സുവിശേഷത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു ടേൺ ടു ബൈബിൾ, സ്ക്രിപ്ചർ, ദി വേർഡ് ഓഫ് ദി ഗോഡ്, അല്ലെങ്കിൽ നമ്മൾ ഡിസീവ്ഡ് ആവും. അപ്പൊ ഇതില് ഈ സുവിശേഷം എന്ന് പറയുന്നത് വൈ ഇറ്റ് വാസ് നീഡഡ് എന്നുള്ളത് വി ഹാവ് ടു ഗോ ടു ജെനിസിസില് കാരണം ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം 1:31 എടുക്കുമ്പോൾ ജെനിസിസ് 1:31 എങ്ങനെയാ? താൻ സൃഷ്ടിച്ചതിനെ എല്ലാം ദൈവം കണ്ടു, അപ്പോൾ വളരെ നന്ന്, സന്ധ്യയായി ഉഷസ്സായി 6-ാം ദിവസം. അപ്പോൾ ഈ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ദുഃഖങ്ങളില്ല, കണ്ണീരില്ല, വേദനകളില്ല, മരണമില്ല, ഒന്നുമില്ല, എല്ലാം നല്ലതായിരുന്നു. എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചു. ആ ഹവ്വായെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ തിന്നരുത് അല്ല വിലക്കപ്പെട്ടിരുന്ന കനി അവർ കഴിച്ചു. അതോടുകൂടി മരണം വന്നു, നാശം വന്നു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂമി മുള്ളും മുൾക്കാരെയും പുറപ്പെടുവിക്കും. ദാറ്റ് മീൻസ് ദി എർത്ത് ബിക്കെയിം അഡ്വേഴ്സ് ആയി മനുഷ്യന്. അല്ല, ഈ എർത്ത് നല്ല സ്ഥലമല്ല, ഇവിടെ രോഗങ്ങൾ, പീഡകൾ, ദുഃഖങ്ങൾ. ആ മുള്ളും മുൾക്കാരെ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ അഡ്വേഴ്സിറ്റീസും ലോകത്തിൽ ആരംഭിച്ചു. ആക്സിഡന്റ്, രോഗങ്ങൾ, ഇതെല്ലാം ആരംഭിച്ചു. ദെൻ സ്ത്രീയോട് പറഞ്ഞു, ഐ വിൽ ഗ്രേറ്റ്ലി മൾട്ടിപ്ലൈ ബൈ സോറോസ് ഇൻ ചൈൽഡ് ബെയറിങ്. അപ്പൊ സ്ത്രീ പറഞ്ഞ എന്താ? സർപ്പം എന്നെ കബളിപ്പിച്ചു. സർപ്പത്തോട് പറഞ്ഞു,
അതാണ് ഗുഡ് ന്യൂസ്. അപ്പൊ ഈ സുവിശേഷം എന്ന് പറയുന്നത് രക്ഷാകരമായിട്ടുള്ള സുവിശേഷം ഉൽപ്പത്തി 3 അധ്യായത്തിൽ ആരംഭിക്കുന്ന നമ്മളൊരു പാട്ടുണ്ട്, നമുക്കറിയാവുന്നതാ. ഏദനിൽ ദൈവം നൽകിയ വാഗ്ദത്തം നിറവേറി. ഏദനിൽ ദൈവം നൽകിയ വാഗ്ദത്തമായിരുന്നു സുവിശേഷം. ആ സുവിശേഷം ഇതാണ്. അതിന്റെ 15ാമത്തെ സെന്റൻസിൽ 3:15 അതാ ഗുഡ് ന്യൂസ്. വായിച്ചപ്പോ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഞാൻ ഉളവാക്കും. അവൻ നിന്റെ തല ചതയ്ക്കും, നീ അവന്റെ കുതികാലിൽ കൊത്തും. സ്ത്രീയോട് ദൈവം അരുളി ചെയ്തു. 15ാം സെന്റൻസ് ആണ് ഗുഡ് ന്യൂസ്. നീയും സ്ത്രീയും തമ്മിലും, അതായത് സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഹ്യൂമാനിറ്റിയാ. അപ്പൊ പിശാചും മനുഷ്യവർഗവും തമ്മിലും, നീ സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും. നിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ദി ഡിസെൻഡൻസ് ഓഫ് ആദാമിക് റേസാ. നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഞാൻ ഉളവാക്കാം. നമ്മൾ എന്നും കാണുന്ന കാര്യം, ദൈവത്തിന്റെ മക്കളും ലോകത്തിന്റെ മക്കളും അല്ലെ ആദാമിക് റേസും ഗോഡ്ലി റേസും തമ്മിൽ എന്നും ശത്രുതയാണ്. വേറെ എന്താ പറയുന്നത്, യുദ്ധം ചെയ്യുമെന്നുള്ളതല്ല, സ്പിരിച്വൽ എൻമിറ്റി എപ്പോഴും അകത്തുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ളവനല്ല ലോകത്തിലുള്ളവൻ. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും തമ്മിൽ ഒരിക്കലും സ്പിരിച്വലി കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോ, എപ്പോഴും ഒരു റിപ്പൾഷൻ, നോർത്ത് പോളും വരുന്ന പോലെ തന്നെ ഒരു അകൽച്ച ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും എക്സ്റ്റേണലി എത്രയൊക്കെ യോജിപ്പായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാലും ആസ് ഹ്യൂമൻ ബീങ്സ് ആർ സ്പിരിച്വൽ ക്രീച്ചേഴ്സ്, ഈ സ്പിരിച്വലി സെയിം ആയില്ലെങ്കിൽ എപ്പോഴും ഒരു റിപ്പൾഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതാ കർത്താവ് നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഞാൻ ഉളവാക്കും, അവൻ നിന്റെ തല ചതയ്ക്കും, നീ അവന്റെ കുതികാലിൽ കൊത്തും. അപ്പൊ ഇതിനകത്ത് ഇവന്റെ തല ചതയ്ക്കുക അല്ലെ പിശാചിനെ ഡിഫീറ്റ് ചെയ്യുന്നതില് സ്ത്രീയുടെ സന്തതി ഓൾസോ ഹാഡ് ടു സഫർ, നീ അവന്റെ കുതികാൽ കൊത്തും. അപ്പൊ ഇതിന്റെ ഫുൾഫിൽമെന്റ് ഈ ഗലേഷ്യൻസ് ചാപ്റ്റർ 4:4 വായിക്കുമ്പോ, ഗലാത്യ ലേഖനം 4:4 വായിക്കുമ്പോ എങ്കിലും കാലത്തിന്റെ തികവിൽ ദൈവം സ്വപുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയമത്തിന് കീഴിലുള്ളവനായി അയച്ചു. അതെ, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഒന്ന് വായിക്കും. But when the fullness of the time had come, God sent forth His Son, born of a woman. ബോൺ ഓഫ് എ വുമൻ. നമുക്ക് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ബോൺ ഓഫ് എ വുമനാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം എഴുതിയേക്കുവാണ് ഈ ദൈവത്തിന്റെ സന്തതി ബോൺ ഓഫ് എ വുമൻ എന്ന് പറഞ്ഞാല് ബോൺ ഓഫ് എ വുമൻ എലോൺ. അല്ലെങ്കിൽ ഇത് ഉൽപ്പത്തി 3:15 ഫുൾഫിൽമെന്റ്. നമുക്ക് ഇത് പൗലോസ് ഒക്കെ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നല്ല ആധികാരികമായിട്ടുള്ള നോളജി എന്നുള്ള റൈറ്റിങ്സാണ്. അപ്പൊ 3:15 സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, തലയെ ചതയ്ക്കും. പക്ഷെ ഇവിടെ എഴുതിയേക്കുവാണ് കാലത്തിന്റെ തികവിൽ ദൈവം സ്വപുത്രനെ, ആ ഉൽപ്പത്തി 3:15 ഫുൾഫിൽമെന്റ് ആണിത്, സ്ത്രീയുടെ സന്തതിയായിട്ട് ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ പാപത്തിനും പിശാചിനും എല്ലാം ശിക്ഷ വിധിച്ചു. അതുകൊണ്ടാണ് 1 John 3:8 വായിക്കുമ്പോൾ ഇതെല്ലാം ആ ഉൽപ്പത്തിയിൽ നൽകിയ വാഗ്ദത്തത്തിന്റെ നിറവേറലുകളാണ്. 1 John 3:8 വായിക്കുമ്പോൾ ഭാവം വായിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ആദ്യം മുതലേ പാപം ചെയ്തത് പിശാചാണല്ലോ. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനായിരുന്നു. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനായിരുന്നു. ഓർ അതർവൈസ് ആ പിശാചിന്റെ അല്ലെങ്കിൽ നിന്റെ തലയെ സ്ത്രീയുടെ സന്തതി ചതയ്ക്കും, തകർക്കും. അപ്പോ ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഈ പിശാചിന്റെ തലയെ തകർക്കാനായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് പിശാചിനെ നശിപ്പിക്കാനായിരുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിരുന്നു. ഇഫ് യു ആർ ഗോയിങ് ടു കൊളോഷ്യൻസ് ചാപ്റ്റർ 2 14 തുടങ്ങി വായിക്കുമ്പോ വായിച്ചു 14 വായിച്ചു. നിയമത്തിന്റെ സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി. അത് കുരിശിൽ തറച്ച് അവൻ അസാധുവാക്കി. പ്രഭുക്കന്മാരെയും അധികാരികളെയും അവൻ നിരായുധരാക്കി. അവരുടെ മേൽ കുരിശാൽ വിജയം വരിച്ച് അവരെ പരസ്യ പരിഹാസ വിഷയമാക്കി. അതായത് നമുക്കെതിരെ നിലവിലിരുന്ന പ്രമാണപത്രം എന്ന് പറയുന്നത് നിയമമാണ്. അതായത് ഇങ്ങനെ നമ്മൾ വായിക്കുന്ന നിയമം വരുന്നതിന് മുമ്പ് പാപം ശക്തമല്ലായിരുന്നു. പാപം ഉണ്ടായിരുന്നു, എന്നാൽ പാപം ശക്തമായത് നിയമം വന്നു കഴിഞ്ഞപ്പോൾ. കാരണം മോഹിക്കരുത്
എന്ന് ഹൃദയത്തിലുണ്ടായിരുന്നു, എന്നാലും മോഹിക്കരുതെന്ന് എഴുതി കിട്ടി കഴിഞ്ഞപ്പോൾ പാപം കൂടുതൽ ശക്തമായി, അല്ലെ പാപം കൂടുതൽ പ്രകടമായി. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്കെതിരെ ഉള്ള പ്രമാണപത്രം എന്ന് പറയുന്നത് നിയമമായിരുന്നു, റിട്ടൺ ലോ. അതിനു മുമ്പ് മനസാക്ഷിയുടെ നിയമമുണ്ട്. എന്നാൽ കർത്താവ് ഇതിനെ കുരിശിൽ തറച്ച് നള്ളിഫൈ ചെയ്തു. എങ്ങനെ ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവം സ്വപുത്രനെ റോമൻസ് 8 പാപപങ്കിലമായ ശരീരത്തിന്റെ സാരൂപ്യത്തിൽ ലോകത്തിലേക്ക് അയച്ച് ആ ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ച് അങ്ങനെ ദൈവം നിഷ്കർഷിക്കുന്ന നീതി നമ്മിൽ നിറവേറ്റി. അതവിടെ പറഞ്ഞേക്കുന്നത്. അതായത് സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി. അതായത് നമുക്കെതിരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് എതിരെ ഉണ്ടായിരുന്ന പിശാചിന്റെ ആയുധം എന്ന് പറയുന്ന നിയമമായിരുന്നു. അതായത് എഴുതി കിട്ടിയിട്ടുണ്ട്, ഇതാണ് ദൈവത്തിന്റെ ഹിതമാണ് നിയമം എന്നറിയാം, പക്ഷെ ആരെ കൊണ്ടും അനുസരിക്കാൻ പറ്റുന്നില്ല. ആരെ കൊണ്ട് നിയമം മുഖാന്തരമായിട്ട് നീതീകരണം പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് പിശാചിന്റെ ഏറ്റവും വലിയ അക്യൂസേഷൻ ആയിരുന്നു. അതുകൊണ്ട് കൊറിന്ത്യൻ ലേഖനം നമ്മൾ വായിച്ച 1 Corinthians 15 പാപത്തിന് ശക്തി ലഭിക്കുന്നത് എവിടുന്ന? കാരണം ഈ പൗലോസിന്റെ റൈറ്റിങ്സ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി ബൈബിൾ വായിക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം, ചിന്തിക്കുകയും ചെയ്യണം. അതിന്റെ 54 തുടങ്ങി വായിക്കുമ്പോൾ, 55 വായിക്കുമ്പോൾ, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ വിഷപ്പല്ല് എവിടെ? മരണത്തിന്റെ വിഷപ്പല്ല് എന്താ? പാപമാണ്. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നുമാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കാരണം മരണം വന്നേക്കുന്ന പാപം മുഖാന്തരം, അല്ലെ മരണത്തിന് ശക്തി പാപമാണ്. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ വിഷപ്പല്ല് എവിടെ? മരണത്തിന്റെ വിഷപ്പല്ല് പാപമാണ്. പാപത്തിന് ശക്തി ലഭിക്കുന്നത് നിയമത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു, സ്ത്രീയുടെ സന്തതി ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമുക്കെതിരെ നിലവിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ നിയമത്തെ അത് കുരിശിൽ തറച്ച് ഇല്ലാതാക്കി. അപ്പൊ നമ്മളിത് ചിന്തിക്കുന്നത് രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തില് എന്ത് ചെയ്തു? നിയമത്തെ കർത്താവ് കുരിശിൽ തറച്ച് ഇല്ലാതാക്കി. എന്നാൽ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്നത് എന്താ? അതായത് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞേക്കുന്നത്, ഗലാത്യ ലേഖനത്തില് അവിടെ പറഞ്ഞേക്കുന്നത് സ്പെസിഫിക്കലി അവർ വീണ്ടും നിയമത്തിലേക്ക് തിരികെ പോയി. വേറാസ് ദി ലോ വാസ് ക്രൂസിഫൈഡ് ഓൺ ദി ക്രോസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ സുവിശേഷത്തെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, യു ഫൂളിഷ് ഗലേഷ്യൻസ് ഹു ഹാവ് ബിവിച്ച്ഡ് യു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്ന സുവിശേഷം ബിവിച്ച്ഡ് ആണോ അതെയോ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ജീവൻ നൽകുന്ന സുവിശേഷമാണോ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിച്ചത്, റിഫോർമേഷൻ കഴിഞ്ഞിട്ട് എക്സാക്ട്ലി 500 വർഷമായി ഇപ്പോൾ. അതായത് മാർട്ടിൻ ലൂതറിലൂടെ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്, അതിനു മുമ്പ് വിശ്വാസവും പ്രവൃത്തിയും കൂടി രക്ഷ നൽകുന്നുള്ള കാത്തലിക് സുവിശേഷത്തിന് എതിരായിട്ട് റിഫോർമേഷൻ കൊണ്ടുവന്നിട്ട് 500 വർഷമായി. ഇന്ന് ആസ് ഓൺ ഡേറ്റ് എല്ലാ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസും ഫെയ്ത്ത് പ്ലസ് വർക്ക്സ് ആയി. അതായത് കത്തോലിക്ക സഭ, ഏത് കത്തോലിക്ക സഭയ്ക്കെതിരെ മാർട്ടിൻ ലൂതർ എന്ത് സത്യം കൊണ്ടുവന്നോ, ഈ കംപ്ലീറ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ഇപ്പോ ഫെയ്ത്ത് പ്ലസ് വർക്ക്സിലേക്ക് പോയി. അതാണ് നമ്മുടെ ഇന്നത്തെ ദുരവസ്ഥ. അതായത് ഇന്ന് സത്യസുവിശേഷം ലോകത്തിൽ ഇല്ല. ഇത് കർത്താവിന്റെ മടങ്ങി വരവിന് ഒരു പ്രീ കണ്ടീഷൻ. നമ്മൾ വായിക്കുന്നത് 2 Thessalonians 2:3 അതെ, അപ്പോസ്റ്റസി വന്നിട്ട് കർത്താവ് വരും. അപ്പോസ്റ്റസി എന്ന് പറയുന്നതാണ് കള്ളസുവിശേഷം. കള്ളസുവിശേഷം എന്ന് പറയുന്നത് ബൈബിളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് ഗലാത്യ ലേഖനത്തിലാണ്. അവിടെ അവർ നിയമത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ ഇതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുക. ഇവർ പാപം ചെയ്തപ്പോൾ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് ടു ഗോഡ് എന്തായിരുന്നു? ഫിയർ ആയിരുന്നു. അതായത് ദൈവം അവരെ അന്വേഷിച്ചു വന്നപ്പോൾ അവർ പോയി ഒളിച്ചിരുന്നു. ചോദിച്ചപ്പോൾ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് നിന്നെ ഭയമായിരുന്നു. അപ്പോൾ പാപം ചെയ്ത് ഭയത്തിലായി. എന്നാൽ സുവിശേഷം എന്ത് കൊണ്ടുവന്നു? Romans 8:15 വായിക്കുമ്പോൾ, കാരണം ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. രക്ഷാകരമായിട്ടുള്ള സുവിശേഷമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. Romans 8:15 തുടങ്ങി വായിക്കുമ്പോൾ ഭയത്തിലേക്ക് വീണ്ടും നിങ്ങളെ വീഴ്ത്തുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങളെ മക്കളാക്കുന്ന ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ ആത്മാവ് തന്നെ നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അതെ, അപ്പൊ അന്ന് പാപം ചെയ്ത്
സുവിശേഷം ആവശ്യമായിട്ട് വന്നത് പാപം ചെയ്ത് മരിച്ചപ്പോഴാണ്. ഇനിയൊരു സുവിശേഷത്തിലൂടെ മാത്രമേ അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റൂ. അന്ന് പാപം ചെയ്തപ്പോൾ ഭയം വന്നു. ഇന്ന് സുവിശേഷത്തിൽ വന്നു കഴിയുമ്പോൾ ഭയം അങ്ങ് മാറിയിട്ട്, അതിനു മുമ്പ് ദൈവത്തെ കാണുമ്പോൾ അവർക്ക് ഭയമില്ലായിരുന്നു. ദൈവത്തോടു കൂടെ നടന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ. ദൈവത്തെ കാണുമ്പോൾ ഭയമില്ലായിരുന്നു. ദൈവത്തോട് അപ്പനോടുള്ള പോലെയുള്ള ഇന്റിമസി ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ആ സുവിശേഷത്തിലൂടെ നമ്മൾ പാപക്ഷമ നേടിക്കഴിയുമ്പോൾ വീണ്ടും മക്കളാക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഡിയറായിട്ട് തീരും. ഭയമല്ല, അല്ലെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ ഇതില് ഈ ബിവിച്ച്ഡ് ഗോസ്പൽ എന്തായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷം എന്തായിരുന്നുള്ള അതോടെ നമ്മളൊന്ന് ബ്രീഫായിട്ട് ചിന്തിക്കാം. ഗലേഷ്യൻസ് 3 പോകുമ്പോൾ അതിൻ്റെ ആ ഗൗരവം എത്ര പറഞ്ഞാലും അത് മനസ്സിലാകണമെങ്കിൽ ദൈവം മനസ്സിലാക്കി തന്നേ പറ്റൂ. കാരണം സുവിശേഷത്തെ വികലമാക്കുന്നതിന്റെ ഗൗരവം എൻ്റെ അനുഭവത്തിൽ, മൈ ലൈഫ് എക്സ്പീരിയൻസ് എടുത്താൽ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഇറ്റ് മേ നോട്ട് ബി ട്രൂ. അതായത് ദൈവവചനത്തിൽ മായം ചേർക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് ഈ സത്യത്തിൽ നിന്ന് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനെ കുറിച്ച് ഒരു സീരിയസ്നെസ് ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. അതത്ര ഗൗരവമുള്ള കാര്യമല്ല. ദാറ്റ് ഈസ് ബിവിച്ച്ഡ് ഗോസ്പൽ അല്ലാതെ ഈ പറയുന്ന ആൾക്കാരാരാ? ബിവിച്ച്ഡ് ഇൻഡിവിജ്വൽസ്. അതായത് പിശാചിന്റെ ക്ഷുദ്രത്തിന് നമ്മൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തെ കുറിച്ചുള്ള സീൽ പോകും. ദൈവത്തിന്, കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവന്റെ ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു. അവന്റെ ദേവാലയം എന്ന് പറയുന്നത്, കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ ഗോഡ് എന്ന് പറയുന്നത് ദൈവം വചനമാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമെടുത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഈ വചനത്തോടുള്ള റെവറൻസ് പോയിട്ട് അതത്ര കാര്യമാക്കാനുള്ള കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറയുന്നവര് ദേ ആർ ഓൾറെഡി ബിവിച്ച്ഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്രാഫ്റ്റിന് ആ വേർഡ് നമുക്കറിയാം ഈ ന്യൂ ടെസ്റ്റാമെന്റിൽ അവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് നമുക്ക് അർത്ഥം പഠിക്കാൻ പറ്റത്തില്ല. നോ, ദാറ്റ് ഈസ് ഓൺലി പ്ലേസ് ആ വേർഡ് ഉപയോഗിച്ചേക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ. അത് സെക്കുലർ വേൾഡില് മന്ത്രവാദത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, ക്ഷുദ്രത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മലയാളം ട്രാൻസ്ലേഷനിൽ ആരാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരുന്നത്, കണ്ണ് കെട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. മലയാളത്തിൽ ഐ തിങ്ക് അതൊന്ന് വായിക്കാവൂ. ഗലേഷ്യൻസ് 3:1 പോഷരായ ഗലാത്യക്കാരെ, ആരാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയത്? അതെ, ഈ സത്യവേദ ദിവസം വായിക്കുമ്പോ വായിക്കാവൂ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവവചനത്തോട് വിറയിലില്ല. ദൈവവചനം കോംപ്രമൈസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഓൾറെഡി ക്ഷുദ്രത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് നമ്മൾ. കാരണം പിശാച് നമ്മളെ ഓൾറെഡി കോൺകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ദൈവവചനത്തിന് കോംപ്രമൈസിങ് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ഓൾറെഡി പിശാച് കയറി കീഴടക്കി വെച്ചേക്കുക. ഇത് നമ്മിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഈ സീൽ ഫോർ ഹിസ് ഹൗസ് കൺസ്യൂംഡ് മീ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള സീൽ കൺസ്യൂം ചെയ്തേക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. അതാണ് ഇവിടെ പൗലോസും ഗലാത്യക്കാരുമായിട്ടുള്ള പ്രശ്നം, പൗലോസും കൊറിന്തോസുകാരുമായിട്ടുള്ള പ്രശ്നം. പൗലോസ് പറയും, ഗലാത്യക്കാരോട് പറയുകയാണ്, ഞാൻ രക്ഷാകരമായിട്ടുള്ള സുവിശേഷത്തെക്കുറിച്ച് നിങ്ങളെ റിമൈൻഡ് ചെയ്യുക. ദെൻ ചാപ്റ്റർ 13 പറയാൻ, നിങ്ങൾ അവരെ കണ്ടിട്ട്, അവരുടെ ലൈഫ് കണ്ടിട്ട് അവരോട് ചോദിക്കുക. പൗലോസിനൊരു സംശയം. എന്താ സംശയം? അവരൊക്കെ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു സംശയം. നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമുക്ക് ദൈവജനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ, ഇത് കാണുന്നവർക്ക് ഇവനൊക്കെ ഗുണപ്പെട്ടതാണെന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പിശാച് നമ്മളെ കീഴടക്കിയിട്ടുണ്ട്. അതായത് പിശാച് നമ്മളെ കീഴടക്കി, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമ്മളെ ബിവിച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് അർത്ഥമില്ല. നമുക്ക് ഗലേഷ്യൻസിനെ കുറിച്ച് പറയുന്നത് അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. രക്ഷിക്കപ്പെട്ടവരാണ് ബിവിച്ച്ഡ് ആകുന്നത്, അല്ലാത്തവർ ബിവിച്ച്ഡ് ആകുമോ? ഇല്ല, അവർ ഓൾറെഡി പിശാചിന്റെ കയ്യിലിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ബിവിച്ച്മെന്റിന്റെ ആവശ്യമില്ല. ഈ ഗലേഷ്യൻസ് അതിന്റെ 23 തുടങ്ങി വായിക്കുമ്പോൾ, 3:23 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അപ്പോൾ വിശ്വാസം സംജാതമാകും വരെ നാം എല്ലാവരും നിയമത്തിന്റെ തടവിലായിരുന്നു, വിശ്വാസം വെളിപ്പെടും വരെ ബന്ധനത്തിലായിരുന്നു. നാം എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ സംരക്ഷകനുമായിരുന്നു. ഇപ്പോൾ വിശ്വാസം വന്നെത്തിയിരിക്കുന്നു. ഇനി നാം സംരക്ഷകന്റെ കീഴിലല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവപുത്രരായി തീർന്നിരിക്കുന്നു. ഓൾ ദി ഗലേഷ്യൻസ് ആർ ബോൺ അഗെയിൻ. അവരെല്ലാം ദൈവത്തിന്റെ മക്കളാ, പക്ഷെ ബിവിച്ച്ഡാ. അതായത്
ഗോസ്പൽ പ്ലസ് ആയി. പക്ഷെ ഇത് ഈ പൗലോസിന്റെ ലെറ്റർ കേട്ട് അവർ മാനസാന്തരപ്പെട്ടു ഗുണപ്പെട്ടു എന്ന് നമുക്കറിയില്ല, നോ ഹിസ്റ്ററി. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നതിന്റെ കൺസീക്വൻസ് പറഞ്ഞേക്കുന്നത് 3-ാം അധ്യായത്തില് ഫോർഷരായ ഗലാത്യരെ ആരാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയത്, അവിടെ എന്നിട്ട് പൗലോസ് അവിടെ ഒരു 3 തവണ ഫൂളിഷ് എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് ഇന്റലക്ച്വലി ബുദ്ധിയില്ലാത്തവരായിരുന്നാണോ? നോ, സ്പിരിച്വലി അവര് ഫൂൾസ് ആയി തീർന്നു. നമുക്ക് പൗലോസ് ഇവരെ ഫൂളിഷ് എന്ന് വിളിക്കുന്നുണ്ട്, കർത്താവ് ഫൂളിഷ് എന്ന് വിളിക്കുന്നുണ്ട്, ഇല്ലേ? കർത്താവ് ഫൂളിഷ് എന്ന് വിളിക്കുന്നതിന്റെ റീസൺ എന്തായിരുന്നു ഓർക്കുന്നു? അതായത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ലൂക്ക് 24:25 വായിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഫൂൾസ് ആണോന്ന് ചിന്തിച്ചാൽ മതി. ദൈവത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാം മിടുക്കന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. പക്ഷെ കർത്താവ് നമ്മൾ ഫൂളിനാ വിളിക്കുന്നതെങ്കിൽ എല്ലാം മിടുക്കും 0. 24:25 പ്രവാചകർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ മടിക്കുന്നവരെ ക്രിസ്തുവിൽ ഇവയെല്ലാം സഹിച്ച് മഹത്വത്തിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അതെ, അപ്പോ പ്രവാചകന്മാര് പറഞ്ഞിട്ടുള്ളത് കുറെയൊക്കെ വിശ്വസിക്കുന്നവരാ നമ്മള്. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് ചില സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഫൂൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഗ്രഹിക്കാത്തവരെ ബൈബിള് മന്ദബുദ്ധി എന്ന് വിളിക്കുന്നുണ്ട്. സാം 92:5 വായിക്കുമ്പോൾ, സാം 92:5 എന്ന് വായിച്ചപ്പോൾ കർത്താവേ, എത്ര മഹത്വമേറിയവയാണ് നിന്റെ പ്രവൃത്തികൾ, നിന്റെ ചിന്തകൾ അത്യന്തം അഗാധം, മന്ദബുദ്ധിക്ക് ഗ്രഹിക്കാനാവില്ല, മൂടന് മനസ്സിലാകയില്ല. അതെ, ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്റലക്ച്വലി പ്രോബ്ലം ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല, നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ളവരെ കുറിച്ചിട്ടല്ല. അതായത് ദൈവത്തിന്റെ പ്രവർത്തനം ഗ്രഹിക്കാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് എത്ര മഹത്വമേറിയവയാണ് നിന്റെ പ്രവൃത്തികൾ, നിന്റെ ചിന്തകൾ അത്യന്തം അഗാധം, ഇത് മന്ദബുദ്ധിക്ക് ഗ്രഹിക്കാനാവില്ല, മൂടന് മനസ്സിലാകുകയുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കമ്മിങ് ബാക്ക് ടു ഗലേഷ്യൻസിലേക്ക് വരുമ്പോൾ, അപ്പം ഈ ജീവദായകമായിട്ടുള്ള സുവിശേഷത്തിൽ നിന്ന് ആര് പോയി? ഗലാത്യക്കാർ പോയി. അവിടെ എഴുതിയത് 1:6 നമ്മൾ വായിച്ചു, ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ടാണ് 3-ാം അധ്യായത്തില് ഫൂളിഷ് ഗലേഷ്യൻസ് അവർ ചെയ്ത കാര്യം ഇതാണ്. അതിന്റെ 6-ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ, 4 തുടങ്ങി വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം വ്യർത്ഥമോ? അപ്പോൾ ഈ ഗലാത്യക്കാർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ദൈവിക അനുഭവങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് പൗലോസ് ചോദിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം വ്യർത്ഥമോ? എങ്കിൽ വ്യർത്ഥം തന്നെ. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം അതെല്ലാം ചെയ്യുന്നത് നിയമത്തിന്റെ അനുഷ്ഠാനം നിമിത്തമോ അതോ വിശ്വാസത്തിന്റെ ശ്രവണം നിമിത്തമോ? അപ്പൊ പൗലോസ് ചോദിക്കുന്ന ഇത് ചിന്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. കാരണം ഇതില് പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും, അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ഈ വീണ ഫോളൻ റേസിന്, ഈ ഹ്യൂമൻ ബീയിങ്സിന്, ഈ വീഴ്ച സംഭവിച്ച മനുഷ്യന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകാനുള്ള കണ്ടീഷൻ എന്താ? രക്ഷിക്കപ്പെടുന്ന ജനറൽ ആയിട്ട് പറഞ്ഞ പോലെ, അതായത് രക്ഷിക്കപ്പെടുന്ന പറയുന്ന ഒരു ഓൾസൈൽ ഒരു സെന്റൻസാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്തത് നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയാണോ എന്ന് വെച്ചാൽ, നിയമത്തിന്റെ അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തി വഴിയാണോ എന്ന് അതിന്റെ അർത്ഥമുള്ളൂ. നിയമം മുഴുവൻ പ്രവൃത്തികളാണ്, ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ആണ്. നിയമത്തിന്റെ അനുഷ്ഠാനം നിമിത്തമോ അതോ വിശ്വാസത്തിന്റെ ശ്രവണം നിമിത്തം? അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത്, അതായത് നമ്മുടെ ഉള്ളിൽ ക്ലീൻസ്ഡ് ആയാൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിക്ഷേപിച്ച്, ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന കാര്യമല്ല, ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ദൈവം ആത്മാവിനാൽ സീൽ ചെയ്ത് ദൈവത്തിന്റെ മകൾ എന്നുള്ള സീൽ അടിച്ച് ദൈവത്തിന്റെ സ്വന്തം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുവാണ്, ഇത് നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയാണോ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത്, അതെയോ വിശ്വാസത്തിന്റെ ശ്രവണം വഴിയോ? നോക്ക്, ഇവിടെ നമ്മൾ കീഴോട്ട് വായിച്ചു വരുമ്പോൾ ഇവര് ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാ. അപ്പോസ്തല പ്രവൃത്തി 15:1 വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സെയിം പ്രോബ്ലം ഇപ്പൊ കിടന്ന് കളിക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ നമ്മൾ ആരും അത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം
നമുക്ക് ദൈവവചനത്തോട് സീലില്ല. സീൽ ഫോർ ഹിസ് ഹൗസ് ഇസ് നോട്ട് കൺസ്യൂമിങ് അസ്. വായിച്ചപ്പോൾ 15:1-2 വായിക്കുമ്പോൾ, യൂദായിൽ നിന്ന് കുറെ ആളുകൾ വന്ന് സഹോദരരെ ഇങ്ങനെ പഠിപ്പിച്ചു, മോശയുടെ ആചാരം അനുസരിച്ച് പരിച്ഛേദിതരാകാത്ത പക്ഷം നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതെ. അപ്പൊ ഇവിടെ വന്ന് പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. യൂദായിൽ നിന്ന് കുറെ ആളുകൾ വന്ന് ആരെയാ പഠിപ്പിച്ചത്? മീൻസ് ബ്രദർഹുഡ് ആണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ പഠിപ്പിച്ചത്. യൂദായിൽ നിന്ന് കുറെ ആളുകൾ വന്ന് സഹോദരരെ ഇങ്ങനെ പഠിപ്പിച്ചു, മോശയുടെ ആചാരം അനുസരിച്ച് പരിച്ഛേദിതരാകാത്ത പക്ഷം നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ അത് രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയോ ക്രിസ്തുവിലൂടെയുള്ള കൃപയെ ഒന്നും അവർ നിഷേധിക്കുന്നില്ല. അവർ രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ യഥാർത്ഥമായിട്ട് നിങ്ങൾ രക്ഷ പ്രാപിക്കണേ എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദനത്തെ കുറിച്ച് റോമൻസ് 2 എഴുതിയേക്കുന്നത്, റോമൻ 2 അധ്യായത്തില്, അന്നും ഇന്നും എന്നും ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ സാധാരണ പാരമ്പര്യത്തിലൊക്കെ കൂദാശ എന്ന് പറയും, അല്ലെങ്കിൽ സാക്രമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കർമാനുഷ്ഠാനങ്ങൾ, ഇപ്പോൾ പുതിയ നിയമസഭയ്ക്കാണെങ്കിൽ ചെയ്യുന്ന 2 കർമാനുഷ്ഠാനങ്ങൾ, ഒന്ന് ലോർഡ് സപ്പറും ഉണ്ട്, ഒന്ന് ബാപ്റ്റിസം ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സാക്രമെന്റ് എന്നുള്ളത് എന്തോ ഗ്രീക്കല്ല, ലാറ്റിനോ അല്ലേ? ഈ സാക്രമെന്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് പറയാം? കൂദാശ മലയാളം എന്തൊക്കെ അല്ല, നോ, ഇങ്ങനെയാണ്: എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻസൈഡ്, ദാറ്റ് ഈസ് സാക്രമെന്റ്. അതായത് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻസൈഡ് ആണ് സാക്രമെന്റ്. അത് ബാപ്റ്റിസവും ലോർഡ് സപ്പറും എല്ലാം സാക്രമെന്റ് ആണ്. സാക്രമെന്റ് എന്ന് പറയുന്നത് അത് ലത്തീൻ വേർഡാണ്. അതായത് ഇത് ഉള്ളിൽ നടന്നതിനെ പുറമെ കാണിക്കുന്നതാണ് സാക്രമെന്റ്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ കപ്പലിലെല്ലാം കൊടിയുണ്ട്, കടലിൽ പോകുന്ന കപ്പൽ, അതിൽ നിന്നാണ് കപ്പലിനെ ഏത് രാജ്യത്തിൻ്റെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ കൊടി കാണുമ്പോഴാണ് കപ്പലിന്റെ രാജ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതൊരു സിംബോളിക് ഓഫ് ദി പ്രൈഡ് ഓഫ് ദി നേഷനാണ് കൊടി. അതുകൊണ്ടാണ് ചില രാജ്യങ്ങളിൽ കൊടി കത്തിച്ച പോലീസ് അറസ്റ്റ് ചെയ്യും, ഇല്ലേ? ഇന്ത്യയിലാണെങ്കിൽ കൊടി കത്തിച്ച പോലീസ് അറസ്റ്റ് ചെയ്യും, നാഷണൽ ഫ്ലാഗ് കത്തിച്ച പോലീസ് അറസ്റ്റ് ചെയ്യും. അതിന്റെ കാര്യം എന്താ? ഇത് വെറും തുണിയും പെയിന്റുമാണ്. എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ആസ് ദി സിംബൽ ഓർ പ്രൗഡ് ഓഫ് ദി നേഷൻ. സിംബോളിക് അല്ലെ, അത് മറ്റൊന്നിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് തുണിയും മഷിയും പെയിന്റും അല്ല. സെയിം വേ അതുകൊണ്ടാണ് നമ്മൾ ലോർഡ് സപ്പർ വായിക്കുന്നത്. ലോർഡ് സപ്പർ അപ്പവും മുന്തിരിച്ചാകുക, പക്ഷെ അതിനോട് ഇറവറൻസ് കാണിക്കുമ്പോൾ കർത്താവ് ആൾക്കാരെ കൊന്ന് റിമൂവ് ചെയ്തെന്ന് എഴുതിയിരുന്നു. ദെൻ ബാപ്റ്റിസം അതിന്റെ റിയൽ സെൻസ് ഇല്ലാതെ ആ ബാപ്റ്റിസം എടുത്താൽ ആരെങ്കിലും രക്ഷിക്കപ്പെടുമോ? നോ. അപ്പൊ സെയിം വേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കർത്താവിലുള്ള വിശ്വാസം വഴിയാ. നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ, അപ്പൊ സ്ഥലങ്ങൾ എടുക്കേണ്ട, നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. കൊർണേലിയസിന്റെ വീട്ടിൽ വെച്ച് ആക്ട്സ് ചാപ്റ്റർ 10, ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയം വേണ്ട. നമ്മൾ ഈ മജോറിറ്റി ആൾക്കാർ സുവിശേഷത്തിൽ നിന്ന് തെറ്റിപ്പോയത് കൊണ്ട് ദൈവം ക്വാളിറ്റി മാറ്റിയെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ദൈവം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ. ഈ സുവിശേഷം അനുസരിച്ച് കർത്താവ് ന്യായം വിധിക്കും. അപ്പൊ നമ്മുടെ സുവിശേഷം വിവിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ ജീവദായകമായിട്ടുള്ള അപ്പസ്തോലന്മാരുടെ സുവിശേഷം അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇതില് 10:44 തുടങ്ങി വായിക്കുമ്പോൾ, ആക്ട്സ് 10:44, പത്രോസ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. നമ്മളവിടെ കണ്ടു, ഗലാത്യ ലേഖനത്തിൽ കണ്ടു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയോ അതെയോ വിശ്വാസത്തിന്റെ ശ്രവണം വഴിയോ? ഇവര് വിശ്വാസത്തിന്റെ ശ്രവണം നടക്കുമ്പോൾ ഇവരുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വരം വിജാതിയുടെ മേൽ പോലും വർഷിക്കപ്പെട്ടതിൽ പത്രോസിനോടൊപ്പം വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ ആശ്ചര്യഭരിതരായി. വിജാതിയർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കണ്ടു. അപ്പോൾ പത്രോസ് ചോദിച്ചു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട ഇവർക്ക് സ്നാപന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാപനം നൽകാൻ അയാൾ ആജ്ഞാപിച്ചു. തങ്ങളോട് ഒന്നിച്ച് കുറെ ദിവസം കൂടി കഴിഞ്ഞുകൂടാൻ അവർ അയാളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നോക്ക്,
ഇതിൽ നിന്ന് ഒത്തിരി. അപ്പം ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ അന്ന് പരിച്ഛേദനമായിരുന്നു, ഇന്ന് അതിന് ഈക്വാലിറ്റി എന്നല്ല, അതിൻ്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന മറ്റൊരു എക്സ്റ്റേണൽ സാക്രമെന്റ് ആണ് ബാപ്റ്റിസം. അപ്പൊ ഇവിടെ ഈ കൊർണേലിയസിന്റെ വീട്ടിലുള്ളവര് അവരുടെ ഹൃദയത്തിലോട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞത് ദൈവം അവരെ സ്വീകരിച്ചതിന് ശേഷമാണോ, അവരെ മക്കളായി സ്വീകരിച്ചതിന് ശേഷമാണോ, സ്വീകരിക്കുന്നതിന് മുമ്പാണോ? മക്കളായി സ്വീകരിച്ചതിന് ശേഷം. ക്ലിയർ ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ സുവിശേഷത്തിലെ അപറേഷൻസിന്. അപ്പൊ ഇന്ന് ഈ രക്ഷയ്ക്ക് നിദാനമായിട്ട് അല്ലെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ആ സഭകള് ബിവിച്ചഡ് ആണ്. ആ സഭകൾ ആർ അണ്ടർ എ കേഴ്സ്. അവര് നിയമത്താൽ അല്ലെങ്കിൽ സുവിശേഷത്തെ വികലമാക്കിയിരിക്കുന്നവരാണ്. കാരണം ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ടു ഗലേഷ്യൻസ് 3 എടുക്കുമ്പോൾ നമുക്ക് പത്രോസ് അത് കഴിഞ്ഞ് അവരെ സ്നാനപ്പെടുത്തി. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. അത് ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട മനുഷ്യരുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ അവർ ചെയ്ത അനേക കാര്യങ്ങളുണ്ട്. സ്നാനം മാത്രമല്ല, നോ, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഒരു കോഴ്സാണ്, മരണം വരെ അനുസരിക്കാനുള്ള ഒരു കോഴ്സാണ് ഇത്, അല്ലാതെ അത് അവിടെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഈ സ്നാനം നമ്മൾ അറിയേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരോടും ചോദിക്കുമ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല, അല്ലെങ്കിൽ സ്നാനപ്പെട്ടേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, ഇത് സ്നാനപ്പെട്ടോ പെട്ടില്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ലോ എന്നുള്ളത് അതല്ല ഇതിനകത്ത് നമ്മുടെ ചിന്താ വിഷയം. അതായത് ഈ കർത്താവിന്റെ വിശ്വാസത്തിന്റെ ശ്രവണത്തിലൂടെ നീതീകരിക്കപ്പെടേണ്ട കർത്താവിന്റെ നൈർമല്യമാർന്ന സുവിശേഷത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താല് they are under a curse. അതാണ് ഗലാത്യ 3-ാം ലേഖനത്തിൽ നമ്മളിവിടെ വായിക്കുന്നത്. അതെല്ലാം ചെയ്യുന്ന നിയമത്തിന്റെ അനുഷ്ഠാന നിമിത്തമോ അതോ വിശ്വാസത്തിന്റെ ശ്രവണ നിമിത്തമോ. നമ്മൾ കണ്ടു, വിശ്വാസത്തിന്റെ ശ്രവണ നിമിത്തം ദൈവം അവരെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനാൽ അവരെ നിറച്ചു, അവർ ദൈവമക്കളായി. ആ ദൈവമക്കള് മുമ്പോട്ട് പോകേണ്ട യാത്രയില് ഇപ്പൊ നമ്മൾ ഒരാളുടെ വിദ്യാഭ്യാസം എടുക്കുമ്പോഴേ നമ്മളെല്ലാം നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം പോയി ചേർന്ന് എത്രാം ക്ലാസ്സിലാണ്? ചിലർ LKG, ചിലർ UKG. ഞാനാണ് 1-ാം ക്ലാസ്സിൽ ആദ്യം പോയത്. അപ്പം എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 1-ാം ക്ലാസ്സിൽ പോയി ABCD അല്ല പഠിച്ചത്, ആ കായികായ പഠിച്ചത്. അപ്പൊ ഇതില് സെയിം വേ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി എഡ്യൂക്കേഷൻ ബാപ്റ്റിസം ആയിരുന്നതുകൊണ്ട് അപ്പൊ എപ്പോഴും ഈ വിശ്വാസിലേക്ക് വന്നതുമായിട്ടുള്ള ബന്ധത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ബാപ്റ്റിസത്തെ കുറിച്ച് ആദ്യം എഴുതിയേക്കുന്നത്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഗോസ്പൽ ആൻഡ് ദി ബാപ്റ്റിസം, യുവർ ഗോസ്പൽ ഈസ് ബിവിച്ച്ഡ് ആൻഡ് ഇത് ജീവൻ നൽകുന്ന സുവിശേഷം. അല്ലാതെ പൗലോസ് ഈ സ്ഥലം മാറ്റിലായിട്ട് ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പൗലോസിന്റെ വേർഡ് 1:17 വായിക്കുമ്പോൾ സ്നാപനം നൽകാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. മതി. അതായത് പൗലോസ് പറയാണ്, സ്നാപനം നൽകാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് ക്രിസ്തു എന്നെ അയച്ചത്. സോ ഹി ഈസ് ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ബാപ്റ്റിസം ആൻഡ് ഗോസ്പൽ. അപ്പൊ ഇതിനകത്തുള്ള ഗൗരവം കാരണം നമ്മളിപ്പോ വിചാരിക്കും, ഈ കാത്തലിക് ചർച്ചില് ഈ പെസഹ വ്യാഴാഴ്ച അച്ഛൻ കാല് കഴുകി ഈ ആൾക്കാരുടെ കാല് മുത്തും അല്ലെങ്കിൽ കിസ് ചെയ്യും, ചുംബിക്കും. വേറെ കർത്താവ് ചെയ്തില്ല, കർത്താവ് കാല് കഴുകിയുള്ളൂ. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞു, അതിനേക്കാൾ ഇത്തിരിയോടെ നല്ല മാതൃക കാണിക്കുന്നതാണ്. സോ ആലോചിച്ചു, അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു. സെയിം വേ ഇപ്പൊ നമ്മൾ ഇനി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, നടക്കട്ടെ. ഇനി ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഈ കർത്താവിന്റെ സുവിശേഷത്തോട് ആഡ് ചെയ്തേക്കുന്നത് ബിവിച്ചിങ് ആണ്. അപ്പൊ ഇതില് പല ആൾക്കാരോട് ഞാൻ ദുഃഖകരമാണ്. കാരണം ദുഃഖകരമാകാൻ കാരണം അതിന് അവനവൻ തന്നെ ഉത്തരവാദി. കാരണം ദൈവത്തിന്റെ വചനം പഠിക്കാൻ ആൾക്കാർക്ക് സമയമില്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം പഠിക്കണമെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് ദൈവത്തിന്റെ വചനത്തെ ഡിലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് വാട്ട് ബൈബിൾ സേസ്. 111-ാം സങ്കീർത്തനത്തിന്റെ 2-ാം സെന്റൻസ് വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ വീര്യപ്രവൃത്തികളാണ്, അതിൽ ആമോദിക്കുന്നവരെല്ലാം അത് പഠിക്കുന്നു. ജെറമിയ 15:16 വായിക്കുമ്പോൾ വായിച്ചപ്പോ 16 നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഞാൻ അവ ഭക്ഷിച്ചു,
നിന്റെ വചനങ്ങൾ എനിക്ക് ആനന്ദവും എന്റെ ഹൃദയത്തിന് ആഹ്ലാദവുമായി തീർന്നു. അതുകൊണ്ട് അത് ഭക്ഷിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കാത്തത്, അല്ലെങ്കിൽ ഈ പ്രഷർ പേഷ്യൻസ് ഒരു ഗുളിക കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ഒരു ഗുളിക കഴിക്കുന്ന പോലെ കണ്ണടച്ച് തുറന്ന് ഒരു പേജ് എടുത്ത് വായിച്ചു, അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം വായിച്ചു, ഒരു സുഭാഷിതം വായിച്ചു. ബൈബിളിനകത്ത് എഴുതിയേക്കുന്ന ഒരു കാര്യം അറിയാൻ വയ്യാത്ത ക്രിസ്ത്യ വിശ്വാസികൾ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഡിലൈറ്റ് ലോകത്തിലും ലോകത്തിലെ കാര്യങ്ങളും. കാരണം പിശാച് ഓൾറെഡി അവരെ ഡിസീവ് ചെയ്തേക്കുക, ബിവിച്ച് ചെയ്തേക്കുവാണ്, നരകത്തിലേക്ക് ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ 100 വർഷത്തെ ഈ ചെറിയ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാതെ ലോകത്തെക്കുറിച്ചും ലോകത്തിലെ ഇമ്പങ്ങളെക്കുറിച്ചും സ്വത്തുണ്ടാക്കുന്നതിനെ കുറിച്ചും പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിനുവേണ്ടി യുദ്ധം ചെയ്ത് ഫൈറ്റ് ചെയ്ത് ജീവിതത്തെ വേസ്റ്റ് ആക്കിക്കുക എന്നുള്ളത് പിശാചിന്റെ ഡിക്ലെയർഡ് പോളിസിയാണ്. ഇപ്പൊ ജെറമിയ പറയാം, ഞാൻ അതിനകത്ത് ഡിലൈറ്റ് ചെയ്തു, കാരണം ഞാൻ അത് ഭക്ഷിച്ചു. നമ്മൾ ഫസ്റ്റ് പീറ്ററിൽ വായിക്കുന്നു, രക്ഷയിലേക്ക് വളർന്നു വരാൻ പാല്, വചനമാകുന്ന പാല് കുടിക്കുക. കർത്താവ് പറഞ്ഞു, ബിക്കോസ് ഓഫ് മൈ വേർഡ് യു ആർ ക്ലീൻ. എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, വചനത്തോടു കൂടി ജലസ്നാനത്താൽ കഴുകി കറ വാട്ടം ചുളുക്കം മാലിന്യമില്ലാത്ത മണവാട്ടിയായിട്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങണം. ഹീബ്രൂസിൽ നമ്മൾ വായിക്കുന്നു, ശുദ്ധജലത്താൽ കഴുകപ്പെട്ട ശരീരത്തോടു കൂടി നമുക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു ഗലേഷ്യൻസിലേക്ക് വരുമ്പോൾ, അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ പ്രൂഫ് അത് നമ്മൾ കളയരുത്, ചിന്തിക്കരുത്, മനസ്സിൽ നിന്ന് മാറ്റിക്കളയരുത്, ചിന്തിക്കാതിരിക്കരുത്. അതായത് കൊർന്നേലിയൂസിന്റെ വീട്ടിലുള്ളവര് രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവിനെ കിട്ടി സ്നാനപ്പെട്ടിട്ടല്ല. അറ്റ് ദി സെയിം ടൈം അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കൊരു ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമരിറ്റൻ ബിലീവേഴ്സ് അവരെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ അവര് പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തു. കാരണം അപ്പസ്തോല പ്രവൃത്തിയിൽ ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം ജൂയിഷ് ഫെയ്ത്ത് ടു ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇനീഷ്യലി അവര് രക്തം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ കഴിഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. കാരണം ഈ ജൂയിഷ് ഫെയ്ത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് അപ്പസ്തോല പ്രവൃത്തിയിലെ ഹിസ്റ്ററി അല്ലെങ്കിൽ റെക്കോർഡഡ് തിങ്സ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ടോട്ടലി കോംപ്ലിക്കേറ്റഡ് ആകും. കാരണം പൗലോസ് ഒരു സ്ഥലത്ത് തലമുട്ട പഠിച്ചിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് പെന്തക്കോസ്ത ദിനത്തിന് മുമ്പ് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ തിമോത്തിയോസിനെ പരിച്ഛേദന ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഗലാത്യ ലേഖനം അതിന്റെ 3:6 തുടങ്ങി വായിക്കുമ്പോൾ, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കാക്കപ്പെട്ടു. ഇതിൽ നിന്ന് വിശ്വാസമുള്ളവർ ആരോ അവരാണ് അബ്രാഹാമിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കണം. വിജാതിയരെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ലിഖിതം അബ്രാഹാമിനെ സദ്വാർത്ത അറിയിച്ചു. നിന്നിൽ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും, അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരുന്ന അബ്രാഹാമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് അബ്രാഹാമിനെ സദ്വാർത്ത അറിയിച്ചു. എവിടെ അബ്രാഹാമിനെ സദ്വാർത്ത അറിയിച്ചു? നമ്മൾ അറിഞ്ഞേ പറ്റൂ. എവിടെ അബ്രാഹാമിനെ അറിയിച്ച? എവിടെയാ? അതെ, ദി സീഡ്, ദൈ സീഡ്. അത് പൗലോസ് ഇവിടെ എഴുതിയേക്കുന്നതിന് 16-15 സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ, സഹോദരൻ ഒരു സാധാരണ ഉദാഹരണം കൊണ്ട് കാര്യം വ്യക്തമാക്കാം. സാധുവായി അംഗീകരിക്കപ്പെട്ട ഒരു വിൽപത്രത്തെ അസാധുവാക്കാനോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ആർക്കും സാധ്യമല്ല. വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് അബ്രാഹാമിനും അയാളുടെ സന്താനത്തിനുമാണ്. സന്താനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഒന്നിലധികം പേരെ പറ്റി ഇവിടെ വിവക്ഷയില്ല. നിന്റെ സന്താനത്തിന് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഒരാൾ മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഉൽപ്പത്തി 22-18 വായിക്കുമ്പോൾ പൗന്ന് വായിക്കും. ആദ്യ ട്രാൻസ്ലേഷൻകാരല്ല, അത് എല്ലാത്തിനകത്ത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാക്കും. വായിക്കോ 22:18 സത്യവദോസ് എനിക്കറിയില്ല, അത് കറക്റ്റാന്ന് തോന്നുന്നു. വായിക്കോ ഉൽപ്പത്തി 22:18. In your seed all the nations of the earth shall be blessed because you have obeyed my voice. അതെ, അവസാന ബൈബിളൊക്കെ യാതൊരു സെൻസും ഇല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ വിമാനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ബൈബിളിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, നിയമത്തിന്റെ എല്ലാ നിബന്ധനകളും എല്ലാം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത ആർക്കും ഇല്ല, POC ബൈബിളുകാർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ആ കാര്യത്തിൽ സെൻസ് ഉണ്ട്. അതെ, ഇതിപ്പോ അതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ചേ പറ്റും. അപ്പൊ ഇതില് അതാണ് അബ്രാഹത്തിനെ അറിയിച്ച സദ്വർത്തമാനം. അതായത് ഒന്നുകൂടെ വായിച്ചില്ലേ? അല്ല, ഈ സത്യവദോസം നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കും. അതെ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. മീൻസ് അത് നോട്ട് എക്സ്ക്ലൂസീവ്ലി ടു ജെന്റൈൽ, മീൻസ് ജ്യൂസ് അല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിജാതിയരെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ലിഖിതം അബ്രാഹാമിനെ സദ്വാർത്ത അറിയിച്ച സദ്വാർത്ത ഇതാ: നിന്നിൽ ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതാണ് ഗലാത്യക്കാരൊക്കെ അവർ ജെന്റൈൽസാണ്. അത് സകല ജാതികളും
ഇതാണ് അബ്രാഹാമിനെ അറിയിച്ച സദ്വാർത്ത. അതിനുശേഷം നമ്മൾ അടിയിലേക്ക് വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരുന്ന അബ്രാഹാമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഈ അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവരാണ് നമ്മൾ. പിന്നെ നമ്മൾ രക്ഷിക്കപ്പെടില്ല, പെടുകയില്ല, പെട്ടിട്ടുമില്ല. അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്താ? ബലിയർപ്പിച്ചൊക്കെ പിന്നെയാ. അതെ, എവിടേക്ക്? രണ്ട് കാര്യമാണ്. ഒന്ന്, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെയും വിട്ട്, ഇത് വിടാത്ത ആർക്കും ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ സ്ഥലമൊന്നും കാണിച്ചു കൊടുത്തില്ല. ഓൾമോസ്റ്റ് 3000 kilometers അവേ, ഊരിൽ നിന്ന് 3000 kilometers അവേ കാനാൻ. അതായത് എന്നാൽ അബ്രാഹം എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. കാരണം എന്തായിരുന്നു? അത് ആരാ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ പലപ്പോഴും. നമുക്ക് നല്ല വിശ്വാസം ഉറപ്പുള്ള ഒരാൾ പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാന്ന് ചോദിക്കില്ല. പലപ്പോഴും ചോദിക്കോ? എന്തിനാ അത്? നമ്മൾ അതിന്റെ കാര്യങ്ങൾ വരായികളൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആളെ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ്. കാരണം പലപ്പോഴും അതിന് മുമ്പ് പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും അതിന് മുമ്പ് പറയുന്നത് കേട്ടിട്ട് നാശം സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നീട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാൽ അബ്രാഹത്തിന് ഈ ദൈവത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റും, നമ്മുടെ അമ്മയ്ക്ക് എന്ത് പറ്റും, അപ്പന് എന്ത് പറ്റും, അപ്പനെ കുറിച്ചിട്ട് സെമിത്തേരി കിട്ടുമോ? അബ്രാഹത്തിന്റെ ഭാര്യ സാറ മരിച്ചപ്പോൾ സെമിത്തേരി കിട്ടിയോ? മകന്റെ കല്യാണം നടന്നു. അതായത് ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് ഇടപെട്ട് നടത്തിയ രണ്ടാമത്തെ കല്യാണമാണ് അബ്രാഹത്തിന്റെ മോന്റെ കല്യാണം. ആദ്യത്തെ കല്യാണം അതെ ആദമാന്റെ അവയുടെ. അപ്പൊ ഇതില് നോക്ക്, എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന, അല്ലെ അങ്ങനെ എനിക്ക് നാളെ കുറിച്ചൊന്നും അറിയണ്ട, വിളിച്ച ദൈവം വിശ്വസന കർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നുള്ള ഹൃദയാവസ്ഥയുള്ളവർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ബുദ്ധി വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റാ. ബുദ്ധി പ്രയോഗിക്കുന്ന ആരും അവര് കർത്താവിന് സമർപ്പിതരല്ല ജീവിതം. കാരണം പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ ജീവിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രൂശിക്കപ്പെടാതെ റിസറക്ഷൻ ഇല്ല, മരിക്കാതെ ഉയർത്തെഴുന്നേൽപ്പില്ല. അപ്പൊ ഇവിടെ പറയുന്നത്, അങ്ങനെ അബ്രാഹാമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹീതരാകും. നമ്മള് റോമൻസ് 4:12 വായിക്കുമ്പോൾ അതുപോലെ തന്നെ വെറുതെ പരിച്ഛേദിതരായി മാത്രം കഴിയാതെ, പരിച്ഛേദിതനാകും മുമ്പ് നമ്മുടെ പിതാവായ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്ന പരിച്ഛേദിതർക്കും അയാൾ പിതാവാകേണ്ടതിനായിരുന്നു ഇത്. അതെ, അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരാത്ത ആർക്കും അബ്രാഹം പിതാവല്ല. നമ്മൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ ഇതില് വീണ്ടും 10ാം സെന്റൻസ് വായിക്കും, 3:10. മറിച്ച് നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. ഈ വിശ്വാസത്തിന്റെ കേൾവിയാൽ നീതീകരിക്കപ്പെടാതെ അതിനോടുകൂടെ പരിച്ഛേദന വന്നു ചേർത്തു. ഇന്ന് സ്നാനം ചേർക്കുന്നു. ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സ്നാനം ചേർക്കുന്നതോടൊപ്പം ഒത്തിരി കാര്യം ഇൻവിസിബിൾ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഐ വിൽ ടെൽ യു. ഇപ്പൊ ഇതില് പല സഭകളിലും സ്നാനപ്പെടണമെങ്കിൽ അതിന് വേറെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇത് ഗോസ്പലിനോട് തന്നെ കൂട്ടിച്ചേർത്തത്. സ്നാനപ്പെടണമെങ്കിൽ സ്വർണ്ണം ഊരണം, ഇനി കർത്തൃമേശ എടുക്കണമെങ്കിൽ സ്വർണ്ണം ഊരണം. These people are all under curse. ദൈവത്താൽ ശപിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസ്. കാരണം ക്രിസ്തു യേശു മുഖാന്തരം ശാപം നീങ്ങിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. യു കം ടു നോ ഓൺ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ദി ലോർഡ്. കാരണം ഞാൻ തന്നെ രക്ഷിക്കപ്പെട്ടെന്ന് എന്നെ കുറിച്ച് എന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നു, തന്നെത്താൻ അംഗീകരിക്കുന്നവനല്ല, ദൈവം അംഗീകരിക്കുന്നവനാണ് അംഗീകരിക്കപ്പെടുന്നത്. റോമൻസ് 2 എടുക്കുമ്പോൾ അപ്പൊ ഇതിനോട് കൂടി ഒത്തിരി കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതായത് സ്നാനപ്പെടണമെങ്കിൽ സ്വർണം മാറ്റണം എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ രക്ഷയോട് കൂടി ഈ സ്വർണ്ണം മാറ്റൽ ചേർന്നിട്ടുണ്ട്. ഇനി ലോർഡ് സപ്പർ എടുക്കണമെങ്കിൽ സ്വർണം മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളെ കൂട്ടിച്ചേർത്തേക്കുന്നത്. ദെൻ ഗലേഷ്യൻസിൽ നമുക്കറിയാം, ഇവര് നിയമത്തിലെ ദിനാചരണങ്ങളിലേക്ക് തിരികെ പോയി, ഇല്ലേ? ഇത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാര്യവും നമ്മൾ കല്യാണം ആഘോഷിക്കുന്ന കാര്യമല്ല. ഈ സ്പിരിച്വൽ എലമെന്റ് ഉള്ള ഡേയ്സ് ആഘോഷിക്കുമ്പോൾ അഗെയിൻ ഇറ്റ് ഈസ് എ ബിവിച്ച്ഡ് ഗോസ്പൽ. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഡിസംബർ 31 പാതിരാക്കി പ്രാർത്ഥിക്കും. ദെൻ ഇങ്ങനെയുള്ള എല്ലാ ബിവിച്ച്മെന്റും കൂടി ചേർന്നേക്കുന്ന ഒരു ടോട്ടലി യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗോസ്പൽ എന്ന് ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കർത്താവിന്റെ വചനം അനുസരിച്ചേ പറ്റൂ. ഇതിൽ അതോടെ ഒന്ന് വായിച്ചു. ഏതായിരുന്നു ബാബു ഞാൻ പറഞ്ഞു? റോമൻസ് 2
അതിൻ്റെ ലാസ്റ്റ് പാർട്ട് മുഴുവൻ വായിക്കണ്ട, 27 തുടങ്ങി വായിക്കുമ്പോൾ, എഴുതപ്പെട്ട നിയമസംഹിതയും പരിച്ഛേദനവും ഉണ്ടെങ്കിലും നിയമം ലംഘിക്കുന്നവനായ നിന്നെ ശാരീരികമായി പരിച്ഛേദനം ഏറ്റിട്ടില്ല എങ്കിലും നിയമം പാലിക്കുന്നവരായ അവർ കുറ്റം വിധിക്കും. കാരണം പുറമെ യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യവും ശാരീരികവുമല്ല, അകമെ യഹൂദനായിരിക്കുന്നവനാണ് യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ഹൃദയപരവും ആത്മീയവുമാണ്. അയാൾക്കുള്ള പ്രശംസ മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇത് ഈവൻ ഓൾഡ് ടെസ്റ്റാമെന്റ് ഉണ്ടായിരുന്നു. ജെറമ്യ ചാപ്റ്റർ 9 എടുക്കുമ്പോൾ ഈ പരിച്ഛേദന ഏറ്റിട്ട് ഹൃദയ പരിവർത്തനം ഇല്ലാത്ത കമ്മ്യൂണിറ്റി എന്നും പ്രവാചകന്മാർ ശാസിച്ചിട്ടുണ്ട്. ജെറമ്യ ചാപ്റ്റർ 9 എടുക്കുമ്പോൾ അതിന്റെ 25-26 വായിക്കുമ്പോൾ പൗന്ന് വായിക്കും, ശ്രദ്ധിച്ച് വായിക്കും. ഇതാ ആ ദിനങ്ങൾ വരുന്നു, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അന്ന് പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവരെ ഈജിപ്ത്, യഹൂദ, യാദോം, അമ്മോന്റെ പുത്രന്മാർ, മോവാബ് തലയുടെ അരികു വടിക്കുന്ന മരുപ്രദേശക്കാർ എന്നിവരെയെല്ലാം ഞാൻ ശിക്ഷിക്കും. കാരണം ഈ ജനതകളും ഇസ്രായേൽ ഭവനവും ഹൃദയത്തിൽ പരിച്ഛേദനം ഏൽക്കാത്തവരാണ്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നുണ്ട്, കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അന്ന് പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവരെ, അല്ലെങ്കിൽ ഈ ഇതുപോലെ തന്നെയാണ് യഥാർത്ഥ സ്നാനം ബാഹ്യമല്ല, ആന്തരികമാണ്. ആന്തരികമായിട്ട് നടക്കുന്നതിന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ്, അതാണ് നടക്കേണ്ടത്. അതായത് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് ഞാൻ പല മിനിസ്ട്രീസിന്റെ കേട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ട സ്വർഗത്തിൽ ഒരു സീറ്റ് എന്താണേലും ചെന്നാൽ മതി സീറ്റുമായിട്ട്. സ്നാനം ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി സാൽവേഷൻ ഓഫ് ദി ആന്തരിക വിശുദ്ധീകരണവും ഈ പുറമെ കാണിക്കുന്ന ഒന്നുമായിട്ട് അബ്സല്യൂട്ട്ലി നോ റിലേഷൻ. അതെവിടെ എഴുതിയേക്കുന്നത്? കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അന്ന് പരിച്ഛേദനം നടത്തിയവരെങ്കിലും അപരിച്ഛേദിതരായവരെ ഞാൻ ശിക്ഷിക്കുന്നു എഴുതി. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു ഗലേഷ്യൻസിൽ വരുമ്പോൾ, അതിന് ഗലേഷ്യൻസ് ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് അവരെന്താ പരിച്ഛേദന ഏൽക്കണം എന്നുള്ള, കർത്താവിന്റെ വിശ്വാസം കൃപയൊക്കെ ശരി, പക്ഷെ പരിച്ഛേദന ഏൽക്കണം. ഏത് രക്ഷിക്കപ്പെടണമെങ്കിൽ. സെയിം വേ കർത്താവിന്റെ വിശ്വാസം കൃപയൊക്കെ ഉണ്ട്, പക്ഷെ സ്നാനപ്പെട്ടില്ല ഈ സ്വർഗത്തിൽ പോകത്തില്ല. ഇനി എന്നോട് ഒരാള് പേഴ്സണൽ ഇൻഫർമേഷനാണ്, എന്റെ കഴുത്തിൽ മാല ഇട്ടേക്കുന്ന കണ്ടിട്ട് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഊരിയില്ലേ കർത്താവ് വരുമ്പോൾ പൊങ്ങില്ല കേട്ടോ മോനെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സി ബിവിച്ച്ഡ് ഗോസ്പൽ, ഇതെല്ലാം കേട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. അതായത് പ്യുവർ ഗോസ്പൽ ഒന്നും ആരും പ്രസംഗിക്കുന്നില്ല, നോ, ഇല്ല. തിരുവഴുത്തിന്റെ പേജുകളിൽ മാത്രമേ ഉള്ളൂ, ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. നമുക്ക് നമ്മളെ കാത്തു സൂക്ഷിക്കാനും ഈ ലോകത്തിൽ ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്കും നിന്നെക്കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും കരയുക, എന്നിട്ട് അതിന് പുറമേ ഉള്ള ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഹു ആർ കമ്മിങ് അക്രോസ് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇവിടെ ഇവര് പിന്നീട് ആ 4 അധ്യായത്തിന്റെ ആ സെന്റൻസോട് ജസ്റ്റ് ഒന്ന് വായിക്കും. ഗലേഷ്യൻസ് 4:8 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന കാലത്ത്, നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവയുടെ ബന്ധനത്തിലായിരുന്നു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. എന്നിട്ടും നിസാരങ്ങളും ദുർബലങ്ങളുമായ ലൗകിക ശക്തികളുടെ പിടിയിൽ അമർന്ന് വീണ്ടും അവയുടെ അടിമകളാകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വത്സരങ്ങളും ആചരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇതിപ്പോ ഈ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഡിസംബർ 31, കാരണം വിഷുക്കണി കാണുന്ന പോലെയുള്ള പ്രാർത്ഥന. രക്ഷിക്കപ്പെടാത്തവർക്ക് നമുക്കറിയാം ഡിസംബർ 25 ഈസ്റ്റർ, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച തുടങ്ങിയത്. കാരണം ദൈവം ഈ ദിവസങ്ങളുടെ എല്ലാം ബന്ധനങ്ങൾ കർത്താവ് കുരിശിൽ തറച്ച് ഇല്ലാതാക്കിയതാണ്. ക്രിസ്തുവിന്റെ മരണത്തെ നള്ളിഫൈ ചെയ്യുന്ന ഈ കാര്യങ്ങൾ. അതാ പൗലോസ് ഇവിടെ പറയുന്നത് 11ാം സെന്റൻസിൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അതായത് വീണ്ടും ഈ ബിവിച്ചഡ് ഗോസ്പൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ പ്രയത്നം, അല്ലെങ്കിൽ ആര് പ്രയത്നിച്ചോ അതെല്ലാം നിഷ്ഫലമായി പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, ഞാൻ ഒന്നുകൂടെ പറയാം, അതായത് ജീവദായകമായിട്ടുള്ള സുവിശേഷം നമ്മുടെ ഉള്ളിൽ ജീവൻ നൽകണമെങ്കിൽ, ജീവൻ നൽകുന്ന മാനസാന്തരം ആര് തന്നിട്ടുണ്ടാവണം? ദൈവം തന്നിട്ടുണ്ടാവണം. നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. ജീവദായകമായിട്ടുള്ള മാനസാന്തരം ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ മോഡൽ സാൽവേഷനും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇറ്റ്സ് എ ഡ്യൂപ്ലിക്കേറ്റ്. ബൈബിളിലെ എക്സാമ്പിളുകൾ, ഫിലിപ്പയിൽ ജയിലധികാരി മാനസാന്തരപ്പെട്ടു, ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്താ? ക്വിക്കായിട്ട് പറയാം.
ഏതാ ശുശ്രൂഷിച്ചെന്നുള്ളതല്ല, അവരുടെ കാലും മുറിവും കഴുകി. ലുദിയ മാനസാന്തരപ്പെട്ടു. അതെ, അതായത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായി കുടുംബത്തിൽ സ്ഥാനം, അല്ലെ ദൈവത്തിനായി കുടുംബത്തിലെ സ്ഥാനം. ദെൻ സക്കായി പിടിച്ചു പറിച്ചതെല്ലാം തിരികെ കൊടുത്തു. അല്ല, തിരികെ കൊടുത്തതിന് മുമ്പായിട്ട് തനിക്കുള്ള സമ്പത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുത്തു, പിന്നീട് പിടിച്ചു പറിച്ചത് തിരികെ കൊടുത്തു. മീൻസ് പണത്തെക്കുറിച്ചുള്ള ചിന്ത സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ട് ലോകത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ 100% ദൈവം നൽകുന്ന അല്ലെ ജീവൻ നൽകുന്ന മാനസാന്തരം ജീവിതത്തിൽ വന്നിട്ടില്ല. എന്തൊക്കെ മാനസാന്തരം ഉണ്ട്. യൂദാസ് മാനസാന്തരപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത് അല്ലേ? യൂദാസ് മാനസാന്തരപ്പെട്ടു, ആഹാബ് മാനസാന്തരപ്പെട്ടു, ദേമാസ് മാനസാന്തരപ്പെട്ടു, അലക്സാണ്ടർ ഹിമനിയോസും മാനസാന്തരപ്പെട്ടു. പക്ഷേ നിത്യതയിൽ എത്തിയില്ല. പിന്നെ ആരുടെ മാനസാന്തരം എഴുതിയേക്കുന്നത്? ശിമയോന്റെ മാനസാന്തരം നല്ല എക്സാമ്പിളാണ്. ശിമയോൻ വിശ്വസിച്ച് സ്നാനം ഏറ്റു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടെന്നല്ല എഴുതിയേക്കുന്നത്. വിശ്വസിച്ച് സ്നാനം ഏറ്റു, എന്ത് കണ്ടപ്പോഴാണ് ആകർഷിക്കപ്പെട്ടെ? പണം കണ്ടപ്പോഴാണ്. കൃപാവരങ്ങൾക്കുള്ള തേഴ്സ്റ്റ്, അതായത് യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടതിനുള്ള തേഴ്സ്റ്റ് എന്തിനു വേണ്ടിയായിരിക്കും? നോ, കർത്താവിന് വേണ്ടിയിട്ടായിരിക്കും ദാഹം. Psalm 42, എനിക്ക് ജീവനുള്ള ദൈവത്തിനായിട്ട് എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. കൃപാവരം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കർത്താവിന് മതി. അപ്പോൾ ശിമയോൻ തേഴ്സ്റ്റ് ഫോർ ദി ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. കൊറിന്തോ സഭക്കാര്, അവർക്ക് ശിശുക്കളാ, അവർക്ക് പാല് കുടിക്കാനേ പറ്റും, അവർക്ക് യാതൊരു ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഇല്ല. ദൈവത്തെ രക്ഷിക്കപ്പെട്ടതാണ്, പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വ്യത്യസ്തനല്ല. അപ്പൊ അവരുടെ ഉള്ളി ഒരു കാര്യത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരമില്ല. വ്യഭിചാരം നോ പ്രോബ്ലം, അല്ലെങ്കിൽ ലോർഡ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ പാപം, കർത്താവ് കൊന്ന ആൾക്കാരെ നീക്കുന്നുണ്ട്. പക്ഷെ പൗലോസ് പറയും, ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരായതുകൊണ്ട് സഭയ്ക്ക് ഗുണം കിട്ടുന്ന വരങ്ങൾ കാക്ഷിക്കാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ നൽകുന്ന മാനസാന്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ശോധന ചെയ്തിട്ട്, ഇല്ലെങ്കിൽ നൗ ഈസ് ദി ടൈം. അത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കർത്താവിനോട് അപേക്ഷിക്കുക, കർത്താവ് എന്നെ സ്വീകരിക്കണമേ, എനിക്ക് ജീവൻ നൽകുന്ന മാനസാന്തരം സ്വീകരിക്കണം, എന്നെ അവിടുത്തെ ഒരു കുഞ്ഞായിട്ട് സ്വീകരിക്കണം. മുടിയനായ പുത്രൻ യാചിച്ചതുപോലെ പന്നി മേയ്ക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെ അവിടുത്തെ ഒരു മകനായിട്ട് സ്വീകരിക്കണം എന്നല്ല യാചിച്ചത്, എന്നെ ഒരു ദാസനായിട്ട് സ്വീകരിക്കണം. ഹൃദയ തകർച്ചയോടെ കരഞ്ഞാൽ ദൈവം അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രാർത്ഥന പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തെ പ്രവേശിക്കാനായിട്ട് ഞങ്ങളുടെ കൂടി വരാൻ അധികമാക്കിയുള്ള പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കേട്ടവരെ ജീവൻ നൽകുന്ന മാനസാന്തരം അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് തരാൻ അമ്പമാസം മാത്രമെന്ന് ഞങ്ങൾ അറിയുന്നത്. പ്രതിസന്ധിയിലെ കർത്താവെ